ഹല്ലേലൂയ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, നാഥ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് കർത്താവെ ഒരുമിച്ച് കൂടി വന്ന് അവിടുത്തെ തിരുമുഖത്തേക്ക് നോക്കുവാൻ നാഥ നൽകി തന്ന നല്ല അവസരത്തിനായി സ്തോത്രം. ഞങ്ങൾ കർത്താവെ അവിടുത്തെ പരിപാലനത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവെ കഴിഞ്ഞ ആഴ്ചകളിൽ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ അവിടുന്ന് പരിപാലിച്ചു. കർത്താവെ, അവിടുത്തെ തിരുസാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറച്ചു, ഞങ്ങളെ മറച്ചു. കർത്താവെ, എല്ലാറ്റിനുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്ന് പ്രഭാതത്തിലും അവിടുത്തെ തിരുസന്നിധിയിൽ ഞങ്ങൾ കടന്നു വന്നിരിക്കുമ്പോൾ അവിടുത്തെ കൃപ ഞങ്ങൾക്ക് അധികമായി ആവശ്യമാണ്. നാഥ, ദൈവമേ സ്തോത്രം. കർത്താവെ, പാട്ടുകൾ പാടി അങ്ങ് മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തുമാറാകണമേ. നല്ല സങ്കീർത്തനങ്ങളെ നൽകുമാറാകണമേ. നല്ല സാക്ഷ്യങ്ങളെ എഴുന്നേൽപ്പിക്കുമാറാകണമേ. കർത്താവെ, അവിടുത്തെ മാറ്റമില്ലാത്ത ശബ്ദം കേട്ട് ബലപ്പെടുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാകണമേ. നിങ്ങളുടെ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. അവിടുത്തെ കൃപയാൽ ഞങ്ങളെ വീണ്ടും നിറയ്ക്കുമാറാകണമേ. നിങ്ങളുടെ പ്രാർത്ഥിക്കുന്നു കർത്താവെ. യാത്രയിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു നാഥ, അവരും കർത്താവെ കടന്നു വന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കുമാറാകണമേ. ഞങ്ങളുടെ കർത്താവെ, പ്രിയപ്പെട്ടവർ പല ഇടങ്ങളിലായിരുന്നവരൊക്കെ കർത്താവെ യാത്ര ചെയ്ത് കടന്നു വരുന്നുണ്ടല്ലോ നാഥ. കർത്താവ് ഇവിടുത്തെ മക്കളുടെ യാത്രകളിലൊക്കെ കർത്താവിൻ്റെ കൃപയും സാന്നിധ്യവും കൂടിയിരിക്കണമേ. നിങ്ങളുടെ പ്രാർത്ഥിക്കുന്നു. വിവിധ വിഷയങ്ങളിൽ ഭാരത്തോടായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ. ഒരു നിമിഷം ഞങ്ങൾ അവരെ ഓർക്കുകയാ. കർത്താവ് ബലപ്പെടുത്തുമാറാകണമേ. നിങ്ങളുടെ പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം ചെയ്യുന്നു. സകല വിഷയങ്ങളും ഞങ്ങളുടെ പാതവിടെ ഞങ്ങൾ സമർപ്പിച്ചു തരട്ടെ. തിരുമേശ് ഞങ്ങളുടെ മധ്യ ഉണ്ടല്ലോ, അതിൽ നിന്ന് ഭാഗവാക്കുകളാകുവാൻ തക്കവണ്ണം ഞങ്ങളെ ബലപ്പെടുത്തണം. മാനവും മഹത്വം അങ്ങേക്ക് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു ഗാനം പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. പാടി പുകഴ്ത്തിയിടാം ദേവദേവനെ. പുതിയ താൻ കൃപകളോടെ ചേർന്ന് കരങ്ങളെ അടിച്ച് പാടി കർത്താവിന് മഹത്വം കരയറ്റാമല്ലോ. ദേവദേവനെ പുതിയതാം കൃപകളോടെ പാടി പുകഴ്ത്തിടാം. ദേവദേവനെ പുതിയതാം കൃപകളോടെ യേശുവേ നാം പാടി പുകഴ്ത്താം. യേശുവേ നാം പാടി പുകഴ്ത്താം. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. ഓരാ ഭയങ്കര കാറ്റുമലയും കൊടിയതായി വരും നേരത്തിൽ, ഓരാ ഭയങ്കര കാറ്റുമലയും കൊടിയതായി വരും നേരത്തിൽ, ആർക്കും കരങ്ങളെ തുമാർവണിച്ച സ്നേഹം നിത്യം പാടും ഞാൻ. ആർക്കും കരങ്ങളെ തുമാർവണിച്ച സ്നേഹം നിത്യം പാടും ഞാൻ. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. തള്ള കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്ക എന്ന വാർത്തയാ. തള്ള കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്ക എന്ന വാർത്തയാ. എന്നെ കണ്ടാര വെച്ചു ജീവപായെന്നു ഓടുന്ന എന്നെ കണ്ടാര വെച്ചു ജീവപായെന്നു ഓടും ഞാൻ. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും
എന്തുരച്ച കൽപ്പനയതാ ഭൂമി എങ്ങും പോയി സാക്ഷി ചൊല്ലുവിൻ എന്തുരച്ച കൽപ്പനയതാ ദേഹം ദേഹിയെല്ലാമോ ചേർന്നു പ്രിയനാ ഈ വേല ചെയ്യും ഞാൻ ദേഹം ദേഹിയെല്ലാമോ ചേർന്നു പ്രിയനാ ഈ വേല ചെയ്യും ഞാൻ യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ യോർദാൻ സമവനശോധനയിലും താഴ്വീണുപോകാതെ യോർദാൻ സമവനശോധനയിലും താഴ്വീണുപോകാതെ ആദ്യം ജയധോനിയോടെ കാത്തുപാലിക്കൂ ആദ്യം ജയധോനിയോടെ കാത്തുപാലിക്കൂ കുഞ്ഞിനെ മറന്നാലും താൻ മറന്ന എന്ന വാർത്തയാ കുഞ്ഞിനെ മറന്നാലും താൻ മറന്ന എന്ന വാർത്തയാ ആറ്റി എന്നെ തന്നരത്തിൽ വെച്ചു ദീപമായിരുന്നു ഓടും ഞാൻ ആറ്റി എന്നെ തന്നരത്തിൽ വെച്ചു ദീപമായിരുന്നു ഓടും ഞാൻ യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ ഭൂമിയിലെങ്ങും പോയി സാക്ഷി ചൊല്ലുവിൻ എന്തുരച്ച കൽപ്പനയതാ എങ്ങും പോയി സാക്ഷി ചൊല്ലുവിൻ എന്തുരച്ച കൽപ്പനയതാ ദേഹം ദേഹിയെല്ലാമോ ചേർന്നു പ്രിയനാ ഈ വേല ചെയ്യും ഞാൻ ദേഹം ദേഹിയെല്ലാമോ ചേർന്നു പ്രിയനാ ഈ വേല ചെയ്യും ഞാൻ ആമേൻ യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ യോർദാൻ സമവനശോധനയിലും താഴ്വീണുപോകാതെ യോർദാൻ സമവനശോധനയിലും താഴ്വീണുപോകാതെ ആദ്യം ജയധ്വനിയോടെ കാത്തുപാലിക്കൂ സ്നേഹം അവരാദ്യം ജയധ്വനിയോടെ കാത്തുപാലിക്കൂ സ്നേഹമാശയം നാമമേ എന്നാത്മാവിൻ ഗീതമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ എൻ പ്രിയ യേശുവേ വാഴ്ത്തി പുകഴ്ത്തിടുമേ പാടി പുകഴ്ത്തിടാം ദേവദേവനെ പുതിയ കൃപകളോടെ പാടി പുകഴ്ത്തിടാം ദേവദേവനെ പുതിയ കൃപകളോടെ ഇരുന്നലെയും ഇന്നുമെന്നും മാറായേശുവേ പാടി പുകഴ്ത്താം അവരിന്നലെയും ഇന്നുമെന്നും മാറായേശുവേ പാടി പുകഴ്ത്താം നാമമേ എന്നാത്മാവിൻ ഗീതമേ
യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തിപ്പുകഴും ഓ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തിപ്പുകഴും ഓ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തിപ്പുകഴും ആമേൻ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തിപ്പുകഴും ഓ ആമേൻ 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 ഹല്ലേലൂയ ഹല്ലേലൂയ ഓ രവനാദിവരം ശവനാദിവരം രവരവരം ശവനാദിവരം ധേരിവരാരികരം സദനം ശരവിനവാരകരം ധേരിജനധാരിവരാരകരം Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, hallelujah, hallelujah. Hallelujah. നമുക്ക് വീണ്ടും ദൈവസന്നിധിയിൽ നമ്മുടെ കണ്ണുകളെ അടച്ച് തുടർന്നുള്ള ശുശ്രൂഷകളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വീണ്ടും ഗാനങ്ങൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തണം. ആത്മാവിൻ്റെ നിറവിൽ ആത്മാവിൻ്റെ ശക്തിയോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും കർത്താവ് സഹായിക്കണം. നല്ല സങ്കീർത്തനങ്ങളെ, നല്ല സാക്ഷ്യങ്ങളെ, ദൈവികാലോചനകളെ കേട്ട് ബലപ്പെടുവാൻ കർത്താവ് നമ്മെ സഹായിക്കണം. അവയെ നമ്മുടെ ഓരോ കൂട്ടായ്മകളിൽ നമ്മുടെ പ്രത്യാശ വർദ്ധിക്കുവാൻ കർത്താവ് ഇടയാക്കണം. അവൻ ദൈവകൃപ അനുഭവിപ്പാൻ കർത്താവ് ഇടയാക്കണം. ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ, ജീവിതത്തിൻ്റെ തലങ്ങളിൽ ആമേൻ സ്തോത്രം, നാം കടന്നു പോകുന്ന സാഹചര്യങ്ങൾക്ക് കർത്താവ് മാറ്റം വരുത്തണം. ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിക്കാം. ഹല്ലേലൂയ. തിരുമേശ നമ്മുടെ മധ്യയുണ്ടല്ലോ, അതിൽ നിന്ന് ഭാഗവാക്കുകളാകുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും ബലപ്പെടുത്തേണ്ടതിന് ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഏൽപ്പിച്ച് നാം എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരിൽ ഒരാൾ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കും. சோதரிக்கிறேன் கத்தாவே, சோதரிக்கிறேன் கத்தாவே. வானத்தையும் பூமியும் படைத்த சர்வ வல்லமுள்ள ஆண்டவரே கத்தாவே, ஆசீர்வதிக்கப்பட்டதான இந்த ஓய்வு நாளுடைய காலை வேளைக்காக நன்றி செலுத்துகிறேன் கத்தாவே. கடந்து போன ஒரு ராத்திரி முழுவதும் தேவனாகிய கர்த்தர் எங்களை பாதுகாத்து ஒரு புதிய நாளை கொடுத்து தேவனுடைய சமூகத்தில் வரும்படியாக கர்த்தர் கிருபை செய்தீரே, உமக்கு நன்றி செலுத்துகிறேன் கத்தாவே. வானம் எனக்கு சிங்காசனம், பூமி எனக்கு பாதப்படி என்று சொன்னேன்.
தேவனுடைய பாதப்படியில் அமரும்படியாக கத்தர் கிருபை செய்தீரே உமக்கு நன்றி செலுத்துகிறோம் கத்தாவே. கத்தாவே, எங்களை விட்டு கடந்த 2024 வருஷத்திலே 7 மாதங்கள் கடந்து சென்றது. 8வது மாதத்திலே பிரவேசிக்கும்படியாக கத்தர் கிருபை செய்தீரே உண்மை சோதரிக்கிறோம் கத்தாவே. எத்தனையோ நெருக்கங்கள், பிரயாசங்கள், போராட்டங்கள் கண்ணீரிலே வந்த போதும் எங்களை, எங்கள் சபை பிள்ளைகளையும் கத்தர் பாதுகாத்து வருகிறீரே உமக்கு நன்றி செலுத்துகிறோம் கத்தாவே. ஹல்லேலூயா, உமக்கு நன்றி செலுத்துகிறோம், உண்மை சோதரிக்கிறோம் கத்தாவே. தாவீது சொல்லும் போது, கர்த்தர் எனக்கு செய்த எல்லா உபகாரங்களுக்காக எண்ணத்தை செலுத்துவேன், ரட்சிப்பின் பாத்திரத்தை எடுத்துக்கொண்டு கர்த்தருடைய நாமத்தை தொழுது கொள்வேன் என்று சொன்னது போல தேவனே உம்மை தொழுது கொள்ளும்படியாக வந்திருக்கிறோம் கர்த்தாவே. தேவன் ஆவியாய் இருக்கிறார், அவை தொழுது கொள்ளுகிறவர்கள் ஆவியோடும் உண்மையோடும் தொழுது கொள்ள வேண்டும் என்று சொல்லப்பட்டிருக்கிறது. கர்த்தாவே, உம்மை சோதரிக்கிற கர்த்தாவே, உம்முடைய விலையேற பெற்ற ரத்தத்தால் எங்களை மீட்டுக் கொண்டீரே உமக்கு நன்றி செலுத்துகிறேன் கர்த்தாவே. இந்த நாள் ஆராதனைக்காக உம்முடைய சமூகத்தில் வருகிற கர்த்தாவே, எங்கள் ஒவ்வொருவரையும் தேவனாகிய கர்த்தர் ஆசீர்வதிக்க வேண்டுமா ஜெபிக்கிறோம். சிறு பிள்ளைகள், வாலிபர்கள், பெரியவர்கள் எல்லாரையும் கர்த்தர் பாதுகாத்துக் கொள்ளுங்க கர்த்தாவே. சபை பரிசுத்தமாய் காணப்பட வேண்டும், ஆசீர்வாதமாய் காணப்பட வேண்டும். சபையில் வருகிற பிள்ளைகள் ஒரு குறைவும் இல்லாதபடி கர்த்தாவே பாதுகாத்து வழி நடத்த வேண்டுமா ஜெபிக்கிறோம். நல்ல சுகபலம் ஆரோக்கியத்தமாய் கொடுக்க வேண்டுமா ஜெபிக்கிறோம். சர்தியான மரணங்களோ கர்த்தாவே, துக்கமான காரியங்களோ எங்கள் சபைகளுக்கோ சபை பிள்ளைகளுக்கோ வராதபடி தேவனாகிய கர்த்தாவே வேலி எடுத்து பாதுகாத்துக் கொள்ள வேண்டுமா ஜெபிக்கிறோம் கர்த்தாவே. உம்மை ஸ்தோத்திரிக்கிறோம் கர்த்தாவே. இந்த நாட்களே கர்த்தாவே விசேஷமாக கர்த்தாவே நாங்கள் வயநாட்டு பகுதிக்காக நம்முடைய சமூகத்தில் வருகிறோம். எங்கள் தேசத்திலே கர்த்தாவே உம்முடைய பாதுகாப்பு இருக்கட்டும் கர்த்தாவே. இப்படிப்பட்ட இயற்கை சீர்களை வராதபடி எங்கள் தேசத்தின் மேல் தேவனுடைய கண்கள் நோக்கமாக இருக்கட்டும் கர்த்தாவே. அந்த குடும்பங்களுக்கு ஆறுதலாக கர்த்தாவே கிடைக்க வேண்டிய எல்லா நிவாரணங்களும் கிடைக்க தேவனாகிய கர்த்தர் உதவி செய்ய வேண்டுமா ஜெபிக்கிறோம். எங்கள் பிள்ளைகளுடைய பாதுகாப்புக்காக நம்முடைய சமூகத்தில் வருகிறோம். தேவனுடைய பாதுகாப்பு இருக்கட்டும் கர்த்தாவே. கர்த்தாவே, உம்முடைய சமூகத்திலே வருகிற இந்த நாள் ஆராதனைக்கு உம்முடைய ஸ்தோத்திரம். நல்ல பாடல்களை பாடி கர்த்தருடைய நாமத்தை மகிமைப்படுத்த கிருபை செய்யும். பரிசுத்த ஆவியோட பலத்தோட பாட கிருபை செய்யும். ஆவியிலே பலப்பட கிருபை தாரும் கர்த்தாவே. உம்மை ஸ்தோத்திரிக்கிறோம். நல்ல சங்கீத பத்திக்காக எங்களை தாரும். உயிருள்ள சாட்சிகளை கர்த்தர் எங்களுக்கு கொண்டு வர வேண்டுமா ஜெபிக்கிறோம். கர்த்தருடைய வசனத்தின் மூலமா எங்கள் பேச வேண்டுமா ஜெபிக்கிறோம் கர்த்தாவே. உம்மை ஸ்தோத்திரிக்கிறோம். கர்த்தருடைய பந்திக்காக நம்முடைய சமூகத்திலே வருகிற கர்த்தாவே, நாங்கள் பாவிகளாயிருக்கிற சொந்த குமாரனான இயேசு கிறிஸ்து எங்களுக்காக கொடுத்து கர்த்தாவே விலைக்கிரயம் கொடுத்து எங்களை மீட்டுக் கொண்டீரே உம்மை ஸ்தோத்திரிக்கிறோம். அதை பரிசுத்தமாய் காணப்பட கிருபை தாரும். அபாத்திரமாய் நாங்கள் கலந்து கொள்ளாதபடி பாத்திரவான்களாய் மாற கர்த்தர் உதவி செய்ய வேண்டும் நம்முடைய சமூகத்தில் வேண்டிக் கொள்கிறோம் கர்த்தாவே. அப்பல காணிக்கை பகுதிக்கு நம்முடைய சோதரிக்கிறோம். இந்த ஆராதனை எடுக்கிற ஒவ்வொரு பகுதிகளையும் நம்முடைய சமூகத்தில் ஒப்புக்கிட்டேன் கர்த்தாவே. எங்களுடைய கர்த்தாவே சபையில் உள்ள கர்த்தாவே மூப்பர்களுக்காக சோத்திரம் உடன் நின்று ஊழியம் செய்கிற எல்லா குடும்பங்களுக்காக வருகிறேன் கர்த்தாவே. எல்லா குடும்பங்களையும் பிள்ளைகளையும் ஆசீர்வதியும் கர்த்தாவே. அதே போல எங்களுடைய தேவ ஊழியருக்காக நம்முடைய சமூகத்தில் வருகிறோம். ஊழியரையும் குடும்பத்தையும் பிள்ளைகளையும் கர்த்தர் ஆசீர்வதியும். ஆவிக்குரிய வரங்களினாலும் கிருபைகளாலும் எடுத்து பலப்படுத்த வேண்டுமா ஜெபிக்கிறேன் கர்த்தாவே. மீதியான நேரம் முழுவதும் தேவனுடைய கருத்தில் ஒப்பிக்கிறோம். இந்த நாளில் நடக்கிற ஜிசிசியில நடக்கிற உலகம் நடக்கிற பரிசுத்தவான்களுடைய ஆவிக்குரிய ஆராதனைகள் எல்லாவற்றையும் நம்முடைய சமூகத்தில் ஒப்பிக்கிறோம். இந்த நாள் எங்கள் சபையில் நடக்கிற எல்லா ஆராதனையும் நம்முடைய சமூகத்தில் ஒப்பிக்கிறோம். நாங்கள் கொஞ்ச நேரம் தேவனுடைய சமூகத்தில் இருக்கிறோம். பரிசுத்தமாய் பயபக்தியோடு காணப்பட கிருபை தாரும். தேவ சமூகம் எங்களை கர்த்தாவே ஸ்தோத்திரம் எங்களை நிறைக்கத்தக்கதாக நாங்கள் பலருளாய் காணப்பட கிருபை சாரும். துதி கன மகிமையாக செலுத்துகிறோம். மீட்பர் இயேசுவின் மூலம் ஜெபங்களும் எங்கள் ஜீவனுடைய பரிசுத்த பிதாவே. ആമേൻ ആമേൻ ആമേൻ. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് 111 സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് മഹത്വപ്പെടുത്താം. സാംസ് നമ്പർ 111. സാംസ് നമ്പർ 111 111 സങ്കീർത്തനം. അതിൻ്റെ അവസാനത്തെ 2 വാക്യങ്ങൾ 10, 11 വാക്യങ്ങൾ ചേർന്ന് പാടിയും കർത്താവിന് മഹത്വം കരയേറ്റാമല്ലോ. 111 സങ്കീർത്തനം എല്ലാ പ്രിയപ്പെട്ടവരും എടുത്തു എന്ന് കരുതുന്നു. യഹോവയെ സ്തുതിപ്പീൻ, ഞാൻ നേരുള്ളവരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. അവന്റെ പ്രവൃത്തി മഹത്വവും തേജസ്സും ഉള്ളത്, അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. തന്റെ ഭക്തന്മാർക്ക് അവൻ ആഹാരം കൊടുക്കുന്നു, അവൻ തന്റെ നിയമത്തെ എന്നേക്കും ഓർക്കുന്നു. അവന്റെ കൈകളുടെ പ്രവർത്തികൾ സത്യവും ന്യായവുമാകുന്നു, അവ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. അവ വിശ്വസ്തയോടും നേരോടും കൂടെ അനുഷ്ഠിക്കപ്പെടുന്നു. നിയമത്തെ എന്നേക്കുമായി കൽപ്പിച്ചിരിക്കുന്നു. അവന്റെ നാമം വിശുദ്ധവും ഭയങ്കരവുമാകുന്നു. യഹോവഭക്തി ജ്ഞാനത്തിന്റെ അവയാചരിക്കുന്നവർക്കും നല്ല ബുദ്ധിയുണ്ട്, എന്നേക്കും നിലനിൽക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരല്പസമയം കരങ്ങളെ ഉയർത്തി നമ്മുടെ കർത്താവിന് സ്തോത്രം ചെയ്യാമല്ലോ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു നിമിഷം ആമേൻ ഹല്ലേലൂയ. കർത്താവ് നമ്മെ നടത്തിയ വിധങ്ങളെ ഓർത്ത്, പരിപാലിച്ച വിധങ്ങളെ ഓർത്ത്, ഈ നിമിഷം വരെ അവിടുത്തെ കരുതൽ അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയാക്കിയതോർത്ത്
പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ രാത്രി നാം കിടന്നുറങ്ങി. അമേ കർത്താവ് നമ്മെ താങ്ങുകയാൽ നാം ഉണർന്നുമിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് നമ്മെ സൗഖ്യത്തോടെ ബലത്തോടെ അമേൻ ഇതുവരെ നിർത്തി അവിടുത്തെ കൃപകളെ ഓർത്തുകൊണ്ട് അമേൻ ഒരു ദിവസവും കൂടെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുവാൻ നമുക്ക് ലഭിച്ച ഈ അവസരത്തിൽ അമേൻ തിരുവെഴുത്ത് വായിച്ചതുപോലെ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് നന്മകളെ ഓർത്ത് നന്ദി പറയുമെന്ന് പറയുവാനായിട്ട് സ്തോത്രം കഴിയുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഒരല്പസമയം Thank you, Jesus. Hallelujah. എല്ലാ നാമത്തിലും മേലായ നാമമായ നമ്മുടെ കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കുവാൻ നമ്മെ തിരഞ്ഞെടുത്ത കർത്താവിൻ്റെ കൃപയോർത്ത് ആ സത്യത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം, ആ സത്യം സ്വതന്ത്രമാക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാൻ തക്കവണ്ണം നമ്മെ പ്രാപ്തരാക്കിയ കർത്താവിൻ്റെ കൃപയോർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടാം. നീ എൻ്റെ സർവ്വവും, നീ എനിക്കുള്ളവൻ, നീ എൻ്റെ സർവ്വവും എല്ലാറ്റിലും. ചേർന്ന് നമുക്ക് ഒരുമിച്ച് സമർപ്പണത്തോടെ ഈ ഗാനം പാടാമല്ലോ. ഒരിക്കൽ കൂടെ നീ എൻ്റെ സർവവും, നീ എൻ്റെ ഹല്ലേലൂയ, നീ എനിക്കുള്ളവൻ, നീ എൻ്റെ സർവവും എല്ലാറ്റിലും, നിൻ ജീവനൻ പേർക്കാ തന്നതിനാ, നീ എൻ്റെ സർവവും എല്ലാറ്റിലും. തേനിലും തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യം. ഓ രുചിച്ചു നോക്കി ഞാൻ തൻ കൃപകളെ, യേശു ക്രിസ്തു
നോക്കി ഞാൻ രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപാകരെ യേശു ക്രിസ്തു മാധുര്യമാ എന്നിലും മധുരമാ എന്നിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യമാ രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപാകരെ യേശു ക്രിസ്തു മാധുര്യമാ രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപാകരെ യേശു ക്രിസ്തു മാധുര്യമാ രുചിച്ചു നോക്കി ഞാൻ രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപാകരെ ഹല്ലേലൂയ യേശു ക്രിസ്തു മാധുര്യമാ ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് ഒരുമിച്ചൊന്ന് ചേർന്ന് പറയാമോ? മൈ ജീസസ് ക്രൈസ്റ്റ് ഈസ് മൈ എവരിതിങ്. എല്ലാവരും അധരങ്ങളെ തുറന്നു പറയാമോ? ഹല്ലേലൂയ. കർത്താവേ, നീ മാത്രമാണ് എൻ്റെ സർവ്വം, എൻ്റെ യേശു മാത്രമാണ് എൻ്റെ സർവ്വം. ഹല്ലേലൂയ. അതെ, നമുക്ക് ഒരു ഗാനവും കൂടെ ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. ഈ തോട്ടത്തിൽ പരിശുദ്ധനുണ്ട്, നിശ്ചയമായും താൻ കാലൊച്ച ഞാൻ കേൾക്കുന്നുണ്ട്. അമേൻ. അവിടുത്തെ ശബ്ദം എൻ്റെ കാതുകളിൽ മുഴങ്ങുന്നുണ്ട്. ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താമല്ലോ. ഈ തോട്ടത്തിൽ പരിശുദ്ധനുണ്ട്, നിശ്ചയമായും തൻ കാലൊച്ച ഞാൻ കേൾക്കുന്നുണ്ട്. കാതുകളില്ല സൗരഭ്യം പരത്തുന്നുണ്ട് അന്തരീക്ഷത്തിൽ തിരുസാന്നിധ്യം കണ്ണുകളാലെ ആത്മകണ്ണുകളാലെ ആവേ കൃപയുടെ ഉറവിടമേ കൃപയുടെ ഉടയവനേ ആവേ കൃപയുടെ ഉറവിടമേ കൃപയുടെ ഉടയവനേ കൃപ വേണമപ്പ കൃപ വേണമപ്പ കൃപ വേണമപ്പ ഇന്ദ്രന് കൃപ വേണമപ്പ കൃപ വേണമപ്പ കൃപ വേണമപ്പ ഇന്ദ്രന് രണ്ടുപേരെ നാമത്തിൽ കൂടും നീടത്തല്ല സാന്നിധ്യം വരുമെന്നവൻ சொன்னതല്ലയോ രണ്ടുപേരെ നാമത്തിൽ കൂടും നീടത്തല്ല സാന്നിധ്യം വരുമെന്നവൻ சொன்னതല്ലയോ ആ സന്തോഷം നിറയുന്നുണ്ട് അന്തരംഗത്തിൽ തിരുസാന്നിധ്യം മനോഹരം മനോഹരം തന്നെ ആ സന്തോഷം നിറയുന്നുണ്ട് അന്തരംഗത്തിൽ തിരുസാന്നിധ്യം മനോഹരം മനോഹരം തന്നെ ആവേ കൃപയുടെ ഉറവിടമേ ആവേ കൃപയുടെ ഉടയവനേ ഓ കൃപയുടെ ഉറവിടമേ ഓ കൃപയുടെ ഉടയവനേ കൃപ വേണമപ്പ കൃപ വേണമപ്പ കൃപ വേണമപ്പ ഈ മക്കൾക്ക് കൃപ വേണമപ്പ കൃപ വേണമപ്പ കൃപ വേണമപ്പ ഈ മക്കൾക്ക് അന്ധകാരം മാറുന്നു വെളിച്ചം വീശുന്നു ദുഷ്ടരൂപം കുട്ടിയാൽ തകർന്നു പോകുന്നു അന്ധകാരം മാറുന്നു വെളിച്ചം വീശുന്നു ദുഷ്ടരൂപം കുട്ടിയാൽ തകർന്നു പോകുന്നു കൃപ 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 എന്നു ആർക്കു ചൊല്ലാവേ പർവ്വതങ്ങൾ കാൽക്കീഴിൽ സമഭൂമിയാകുന്നു കൃപ 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 എന്നു ആർക്കു ചൊല്ലാവേ പർവ്വതങ്ങൾ കാൽക്കീഴിൽ സമഭൂമിയാകുന്നു ആവേ കൃപയുടെ ഉറവിടമേ ഹല്ലേലൂയ കൃപയുടെ ഉറവിടമേ ആവേ കൃപയുടെ ഉറവിടമേ ആവേ കൃപയുടെ ഉടയവനേ കൃപ വേണമപ്പ
വേണമപ്പാ. ആമേൻ. ദീനസ്വരം മാറുന്നു, നവഗാനം കേൾക്കുന്നു, ജനം തന്നെ ആനന്ദിച്ചു നൃത്തം ചെയ്യുന്നു. ദീനസ്വരം മാറുന്നു, നവഗാനം കേൾക്കുന്നു, ജനം തന്നിൽ ആനന്ദിച്ചു നൃത്തം ചെയ്യുന്നു. ആ സന്തോഷം നിറയുന്നുണ്ട് അന്തരംഗത്തിൽ, തിരുസാന്നിധ്യം മനോഹരം മനോഹരം തന്നെ. ആ സന്തോഷം നിറയുന്നുണ്ട് അന്തരംഗത്തിൽ, തിരുസാന്നിധ്യം മനോഹരം മനോഹരം തന്നെ. ആമേ കൃപയുടെ ഉറവിടമേ, ആമേ കൃപയുടെ ഉടയവനേ, ഓ കൃപയുടെ ഉറവിടമേ, ആമേ കൃപയുടെ ഉടയവനേ. കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ മക്കൾക്ക്. കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ. അന്ധകാരം അന്ധകാരം മാറുന്നു, വെളിച്ചം വീശുന്നു, ദുഷ്ടമുഖം പുഷ്ടിയാൽ തകർന്നു പോകുന്നു. അന്ധകാരം മാറുന്നു, വെളിച്ചം വീശുന്നു, ദുഷ്ടമുഖം പുഷ്ടിയാൽ തകർന്നു പോകുന്നു. കൃപ 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 എന്നു ആർക്കു ചൊല്ലവേ, പർവ്വതങ്ങൾ കാൽക്കീഴ് സമഭൂമിയാകുന്നു. കൃപ 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 എന്നു ആർക്കു ചൊല്ലവേ, പർവ്വതങ്ങൾ കാൽക്കീഴ് സമഭൂമിയാകുന്നു. ആമേ കൃപയുടെ ഉറവിടമേ, ഓ കൃപയുടെ ഉടയവനേ, കൃപയുടെ ഉറവിടമേ. കൃപയുടെ ഉടയവനേ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ. ദീനസ്വരം മാറുന്നു, നവഗാനം കേൾക്കുന്നു, ജനം തന്നിൽ ആനന്ദിച്ചു നൃത്തം ചെയ്യുന്നു. ദീനസ്വരം മാറുന്നു, നവഗാനം കേൾക്കുന്നു, ജനം തന്നിൽ ആനന്ദിച്ചു നൃത്തം ചെയ്യുന്നു. ആ സന്തോഷം നിറയുന്നുണ്ട് അന്തരംഗത്തിൽ, സാന്നിധ്യം മനോഹരം മനോഹരം തന്നെ. ആ സന്തോഷം നിറയുന്നുണ്ട് അന്തരംഗത്തിൽ, സാന്നിധ്യം മനോഹരം മനോഹരം തന്നെ. ആമേ കൃപയുടെ ഉറവിടമേ, ഓ കൃപയുടെ ഉടയവനേ, ആമേ കൃപയുടെ ഉറവിടമേ, ഓ കൃപയുടെ ഉടയവനേ. കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ മക്കൾക്ക്. കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ മക്കൾക്ക്. ആമേ കൃപയുടെ ഉടയവനേ, ആമേ കൃപയുടെ ഉടയവനേ. ഹല്ലേലൂയ കൃപയുടെ ഉടയവനേ, ആമേ കൃപയുടെ ഉടയവനേ. കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ മക്കൾക്ക്. ഓ കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ മക്കൾക്ക്. ആമേ കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ. ഓ കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ. ഹല്ലേലൂയ കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ മക്കൾക്ക്.
Hallelujah, hallelujah. Thank you, Jesus. Hallelujah, hallelujah. അപ്പ അവിടുത്തെ കൃപ അത് ഞങ്ങൾക്ക് ഇന്ന് പകലും ആവശ്യമാണ്. അതാ ദൈവമേ, അവിടുത്തെ തിരുക്കരങ്ങളിലേക്ക് അടിയങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കും. അവിടുത്തെ കൃപയാ ഞങ്ങളെ ഇതുവരെ നിർത്തിയത്. കർത്താവേ, ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുക എന്നാഥ. വീണ്ടും അധികമായി ചൊരിയണമേ. തുടർന്നുള്ള സമയങ്ങളും അവിടുത്തെ സന്നിധിയിലായിരിക്കുമ്പോൾ ഭയത്തോടെ ഭക്തിയോടെ അവിടുത്തെ സന്നിധിയിലായിരിക്കാൻ സഹായിക്കണം. അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. എല്ലാ പ്രിയപ്പെട്ടവരും ദൈവസന്നിധിയിൽ നിന്നോട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ വെള്ളിയാഴ്ച പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഈ മരുഭൂമിയിൽ ഒരു സാവകാശവും കൂടെ നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്നതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, വിശേഷ നമ്മുടെ സഭയ്ക്ക് നേതൃത്വം നൽകുന്ന അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവർ, സഹോദരന്മാർ, സഹോദരിമാർ, കുഞ്ഞുങ്ങളെല്ലാവരെയും ധന്യനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. കഴിഞ്ഞ നാളുകളിൽ വെക്കേഷനോടുള്ള ബന്ധത്തിൽ നാട്ടിലായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ഈ ആഴ്ചകളിലായിട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. അമ്മേൻ, യാത്രകളിലൊക്കെ കർത്താവിൻ്റെ വലിയ പരിപാലനവും സാന്നിധ്യവും അനുഭവിപ്പാൻ കർത്താവ് ഇടയാക്കുന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ശേഷം നാം അറിയുന്നത് പോലെ നാട്ടിൽ വളരെ ശക്തമായ മഴയുടെ പ്രയാസങ്ങളുണ്ടെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ കർത്താവ് അവിടെ ഇടങ്ങളിലായി പരിപാലിക്കുന്നു. കർത്താവിൻ്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുകയാണ്. ശേഷം നമ്മളെല്ലാവരും അറിയുന്നത് പോലെ കേരളം വലിയ ദുഃഖത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. വയനാട് സംഭവത്തിൽ ദുരിതമനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരനേകരുണ്ട്. അവരുടെയൊക്കെ ദുഃഖത്തിൽ നമുക്കും പങ്കുചേരാം, അവരുടെ പ്രയാസത്തിൽ നമുക്കും പങ്കുചേരാം. ആമേൻ, സ്തോത്രം. ആ ദുരിതം അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് നമുക്ക് വീണ്ടും പ്രാർത്ഥിപ്പാൻ കഴിയട്ടെ. ഇന്നലെ രാത്രിയിലെ നമ്മുടെ മീറ്റിംഗ് വളരെ ശക്തമായി നാം ഒരുമിച്ച് ആ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, ആമേൻ, സ്തോത്രം, അവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിപ്പാൻ കർത്താവ് ഇടയാക്കിയല്ലോ. വീണ്ടും ആ പ്രിയപ്പെട്ടവരെ ഓർത്ത് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടവരുണ്ട്, പാർപ്പിടം നഷ്ടപ്പെട്ടവരുണ്ട്, തങ്ങൾക്കുണ്ടായിരുന്നില്ല, തങ്ങളുടെ സമ്പാദ്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയ അനേക പ്രിയപ്പെട്ടവരുണ്ട്. അവരെയൊക്കെ ദൈവം സഹായിക്കട്ടെ.
ബലപ്പെടുത്തട്ടെ, ആശ്വസിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമുക്ക് നമ്മുടെ പ്രാർത്ഥനകളിലും പേഴ്സണൽ പ്രാർത്ഥനകളിൽ പോലും ആ പ്രിയപ്പെട്ടവരെയൊക്കെ ഒരു നിമിഷം ഓർത്ത് പ്രാർത്ഥിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആമേൻ പ്രാർത്ഥിക്കുകയാണ്. നാം വായിച്ച സങ്കീർത്തനം 111 സങ്കീർത്തനമാണ്. 111 സങ്കീർത്തനമാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട അതിൻ്റെ ഓരോ വാക്യങ്ങളും വളരെ പ്രാധാന്യം അർഹിക്കുന്ന നമ്മുടെ ജീവിത സാഹചര്യങ്ങളോടേറെ ബന്ധപ്പെട്ടിരിക്കുന്ന വളരെ മനോഹരമായൊരു സങ്കീർത്തനമാണ് ഈ 111 സങ്കീർത്തനം. ഹല്ലേലൂയ ഗീതങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനത്തെ പ്രധാനമായും 3 ഭാഗങ്ങളായിട്ടാണ് ഇതിൽ നമുക്ക് തിരിക്കുവാൻ കഴിയുന്നത്. 1, ദൈവത്തെ സ്തുതിക്കുന്നതിനുള്ള ആഹ്വാനമാണ്. 2 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിലേക്ക് നാം കണ്ണോടിക്കുമ്പോൾ സ്തുതിക്കുന്നതിനുള്ള ആഹ്വാനം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതിൻ്റെ അവസാനത്തെ 2 വാക്യങ്ങൾ സ്തോത്രം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ സ്തോത്രം ഉള്ള ആഹ്വാനവും ദൈവിക കരുതലുമാണ് അവസാനത്തെ വാക്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. സ്തോത്രം യഹോവയെ സ്തുതിക്കുന്നതിന് ഈ ചെറിയ സങ്കീർത്തനം വെറും 11 വാക്യങ്ങൾ മാത്രം ഉൾപ്പെട്ടിരിക്കുന്ന ഈ സങ്കീർത്തനത്തിൽ യഹോവയെ സ്തുതിക്കുന്നതിനുള്ള, യഹോവയെ മഹത്വപ്പെടുത്തുന്നതിനുള്ള, നമ്മുടെ ദൈവത്തെ ആരാധിക്കുന്നതിനുള്ള 22 കാരണങ്ങൾ ഈ ചെറിയ സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ കാരണങ്ങളും സ്തോത്രം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിലേക്ക് നാം ഒന്ന് കണ്ടുപിടിക്കുമ്പോൾ അതിൻ്റെ 1-ാമത്തെ വാക്യങ്ങളൂടെ ചേർത്ത് ഒന്ന് വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത്, യഹോവയെ സ്തുതിപ്പീൻ, ഞാൻ നേരുള്ളവരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. വിത്ത് ഓൾ മൈ ഹാർട്ട്, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. അതിൻ്റെ ഒരു കാരണം യഹോവയുടെ പ്രവർത്തികൾ വലിയതാണ്. ഇന്ന് പകല് നാം ദൈവസന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നമുക്ക് പറയുവാൻ കഴിയട്ടെ, എൻ്റെ കർത്താവിൻ്റെ പ്രവർത്തികൾ എന്നോടുള്ള ദൈവത്തിൻ്റെ സ്തോത്ര പ്രവർത്തികൾ അത് വലിയതായതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. അങ്ങനെ പറയുവാനായിട്ട് കഴിയുന്ന പ്രിയപ്പെട്ടവർ, നാം ദൈവസന്നിധിയിൽ സ്തോത്രത്തോടെ ആയിരിക്കുമ്പോൾ ആ കർത്താവിനൊന്ന് സ്തോത്രം മഹത്വം കരയറ്റാമോ? ഞാൻ വിശ്വസിക്കുന്നു സ്തോത്രം നമ്മുടെ യാത്രകൾ നിമിഷം നേരം, അത് നിമിഷങ്ങളിലാണ് സ്തോത്രം പല അനർത്ഥങ്ങളും അപകടങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. സ്തോത്രം നാം അറിയാതെ പോലും പല സംഭവങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരാം. എത്ര ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ പോലും സ്തോത്രം നാം എവിടെയായിരുന്നാലും പല പ്രതിസന്ധികളും കടന്നു വരാനുള്ള സാഹചര്യങ്ങളുണ്ട്. എന്നാൽ ഓരോ ദൈവ പൈതലും ദൈവിക കരുതൽ അനുഭവിക്കുന്നത് കൊണ്ട്, അവിടുത്തെ നമ്മോടുള്ള പ്രവർത്തികൾ വലിയതായതുകൊണ്ട് നമുക്ക് ഹൃദയത്തിൽ നിന്ന്, പൂർണ്ണ ഹൃദയത്തിൽ നിന്ന് തന്നെ കർത്താവിന് സ്തോത്രം ചെയ്യുവാനായിട്ട് കഴിയട്ടെ. അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് എങ്ങനെയാണ്? തൻ്റെ ഭക്തന്മാർക്ക് അവൻ ആഹാരം കൊടുക്കുന്നു, അവൻ തൻ്റെ നിയമത്തെ ഓർക്കുന്നു. സ്തോത്രം മരുഭൂമിയിൽ തൻ്റെ ജനത്തിന് വേണ്ടി മന്ന ഒരുക്കിയതുപോലെ ക്ഷാമകാലത്തും ക്ഷേമത്തോടെ പോറ്റുന്ന നമ്മുടെ കർത്താവ് പിതാക്കന്മാരോട് മാത്രമല്ല, തൻ്റെ ജനത്തോട് തന്നിൽ ആശ്രയിക്കുന്ന തൻ്റെ ജനത്തോട് ചെയ്തിട്ടുള്ള ഉടമ്പടിയെ, വാഗ്ദത്തത്തെ, നിയമത്തെ മറക്കാതെ സ്തോത്രം അവർ മറന്നു കളഞ്ഞാലും മറക്കാതെ പാലിക്കുന്ന ഒരു കർത്താവ്. സ്തോത്രം തലമുറകളായി തൻ്റെ ജനത്തെ അത്ഭുതകരമായി നടത്തുകയും പരിപാലിക്കുകയും പോഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കർത്താവ്. സ്തോത്രം ഇന്ന് പകൽക്കാലം ആ കർത്താവിനെ നോക്കിക്കൊണ്ട് നമുക്ക് ഒരുമിച്ച് പറയാം, കർത്താവേ അവിടുത്തെ പ്രവർത്തികൾ വലിയവയാ, അവിടുത്തെ പ്രവർത്തികൾ വലിയവയാ, അതുകൊണ്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യും. ആമേൻ. അതുമാത്രമല്ല, ഈ 111 സങ്കീർത്തനത്തിന് മറ്റൊരു പ്രത്യേകത, എന്നേക്കും നിലനിൽക്കുന്നതായ 5 കാര്യങ്ങൾ ഈ സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1, അതിൻ്റെ 3-ാമത്തെ വാക്യമാണ്. അവിടെ വായിക്കുന്നു, അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. സ്തോത്ര കർത്താവിൻ്റെ നീതി അതെന്നേക്കും നിലനിൽക്കുന്ന നീതിയാണ്. അതിൻ്റെ 5-ാമത്തെ വാക്യം നാം അങ്ങനെ വായിക്കുന്നത്, അവൻ തൻ്റെ നിയമത്തെ എന്നേക്കും ഓർക്കുന്നു. അവൻ തൻ്റെ നിയമത്തെ എന്നേക്കും ഓർക്കുന്നു. അതിൻ്റെ 7, 8 വാക്യങ്ങൾ വായിക്കുമ്പോൾ ആമേൻ സ്തോത്ര അതിൻ്റെ 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവൻ്റെ കൈകളുടെ പ്രവർത്തികൾ സത്യവും ന്യായവുമാകുന്നു, അവൻ്റെ പ്രമാണങ്ങളെല്ലാം വിശ്വാസം തന്നെ, അവ എന്നേക്കും സ്ഥിരമായിരിക്കും. ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ, ദൈവത്തിൻ്റെ ആലോചനകൾ അതെന്നേക്കും സ്ഥിരമായിട്ടുള്ളവയാണ്. 5 സ്തോത്രം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്ന, അവൻ്റെ സ്തുതി എന്നേക്കും
നിലനിൽക്കുന്നു. അങ്ങനെ ആമേൻ എന്നേക്കും നിലനിൽക്കുന്നതായ 5 പ്രധാനപ്പെട്ട വസ്തുതകൾ ഈ സങ്കീർത്തനത്തിൽ ഉൾപ്പെട്ടിരിക്കുക. സ്തോത്രം. ദൈവത്തിൻ്റെ പൈതലേ, കർത്താവ് അവിടുത്തെ നിയമത്തെ എന്നേക്കും ഓർക്കുന്നത് ഇന്ന് പകലും ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് കാരണമായി തീർന്നത്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ആമേൻ നമുക്ക് ഒരുമിച്ച് പറയാം, കർത്താവിൻ്റെ പ്രവർത്തികൾ അതെത്ര വലിയവയാ, എന്നോടുള്ള ദൈവത്തിൻ്റെ പ്രവർത്തികൾ അതെത്ര വലിയവയാ. അതുകൊണ്ട് ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ എൻ്റെ കർത്താവിന് സ്തോത്രം ചെയ്യും. നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം, കർത്താവിന് സ്തോത്രം ചെയ്യാം. അവിടുത്തെ പ്രവർത്തികളെ ഓർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്നുള്ള സമയങ്ങൾ നമ്മൾ സാക്ഷ്യത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ അവർ പഠിച്ച വാക്യം എഴുന്നേറ്റ് നിന്ന് പറയും. All children can stand together and we'll recite the Bible verse. Benita Biju will come forward and will lead the session. Praise the Lord. Repeat after me. Psalms 91 verse 1 and 2. He who dwells in the secret place of the Most High shall abide under the shadow of the Almighty. I will say of him, He is my refuge and my fortress, my God, in him I will trust. Amen. Amen. Shout hallelujah. ആമേൻ. ഒരു നിമിഷം നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, നാഥ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവമേ, അവിടുന്ന് അവരെ പരിപാലിക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യും. പ്രത്യേകിച്ച് കർത്താവെ, അവരുടെ സ്കൂളൊക്കെ റീഓപ്പൺസ് ചെയ്തിരിക്കുമ്പോൾ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കും, അവരുടെ യാത്രകളിൽ കർത്താവിൻ്റെ സാന്നിധ്യം ഇരിക്കണമേ, അവരുടെ പഠനത്തിൽ ദൈവസാന്നിധ്യം ഇരിക്കണമേ, അവർ സ്കൂളിലായിരിക്കുമ്പോഴെല്ലാം കർത്താവിൻ്റെ കൃപ കൂടിയിരിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ബുദ്ധി അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. കർത്താവിന് വേണ്ടി നിലകൊള്ളുന്ന അനുഗ്രഹിക്കപ്പെട്ട ആമേൻ സ്തോത്രം ആമേൻ കുഞ്ഞുങ്ങളായി വളരുവാൻ കർത്താവിനെ സഹായിക്കണമേ. അവരുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും കർത്താവെ അവിടുത്തെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് കൂടെ ഇരിക്കണമേ. ഞങ്ങൾ സഭയായി ഒരുമിച്ച് ചേർന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കർത്താവരെല്ലാം അനുഗ്രഹമായി തീരട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. യു ആൾ മേ ബി സീറ്റഡ്. ഞാൻ വിട്ടുപോയി, നമ്മുടെ ഒരു കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോൺ ഇന്ന് പകൽ നമ്മുടെ മധ്യയുണ്ട്. കർത്താവിൻ്റെ ദാസനെ ഓർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ, ഇവിടെ ആയിരിക്കുന്ന ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മുതിർന്ന പ്രിയപ്പെട്ടവർക്ക് സാക്ഷ്യത്തിനുള്ള സമയത്തെ വേർതിരിക്കുന്നു. സഹോദരിമാരുടെ ഭാഗത്തുനിന്ന് സാക്ഷ്യം പറയുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പോൽക്കാലം കർത്താവിൻ്റെ ഒരു സാക്ഷിയായി നിൽപ്പാൻ ദൈവം ഒരുക്കി തന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവധിയോടുള്ള ബന്ധത്തിൽ നാട്ടിൽ കടന്നു പോകുവാൻ സഹായിച്ചു. കർത്താവിൻ്റെ യാത്രയിലൊക്കെയും കൂടെ ഇരുന്നു. തിരിച്ചു ബലപ്രദമാകുന്ന അനർത്ഥങ്ങൾ എൻ്റെ ജീവിതത്തിൽ നേരിട്ടു. ഭവനത്തിലും വലിയ അനർത്ഥങ്ങളിൽ നിന്നൊക്കെയും കർത്താവ് വിടുവിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവനെ രോഗശയ്യയിൽ നിന്നൊക്കെയും വിടുവിച്ചു. അതുപോലെ തന്നെ എൻ്റെ മകന് കഴിഞ്ഞ പ്രാവശ്യം എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ചാണ് മകൻ്റെ കുഞ്ഞ് ജെഫ്രി മോനെ, അവന് വീണ്ടും BP ലോ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഇന്ന് പൽക്കാലം ഭവനത്തിൽ സുഖമായിട്ടിരിക്കുന്നു. ദൈവമക്കളുള്ളവരും കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൽ മേൽ അനുഗ്രഹവും കോട്ടയുമായിരുന്നു. അതുപോലെ തന്നെ തക്ക സമയത്ത് കടന്നു വരുവാനും ജോലിയിൽ പ്രവേശിപ്പാനും ദൈവം ഇടയാക്കി. അതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്ത് എന്നെ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാവരെയും പ്രത്യേക ദേവദാസനോടും കുടുംബത്തോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷിയിൽ നിന്നും ഇരിക്കുന്നു. ആമേൻ. സ്തോത്രം. സഹോദരന്മാരുടെ ഭാഗത്തുനിന്ന് സാക്ഷ്യം പറയുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ചപ്പെടുമാറാകട്ടെ. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളൊന്ന് ചേർന്ന് എൻ്റെ ദൈവത്തെ സ്തുതിപ്പാൻ ആരാധിപ്പാൻ ലഭിച്ച ഭാഗ്യത്തെ ഓർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാൻ 99 ഈ പ്രദേശത്തേക്ക് കടന്നു വരുവാൻ തക്കൊണ്ട് ഇടയായി. 2004 ഈ പ്രദേശത്ത് എൻ്റെ കർത്താവിനെ
അറിയുവാനിടയായി, സ്നാനപ്പെടുവാനിടയായി. 2010 എൻ്റെ വൈഫ് സ്നാനപ്പെടുവാനിടയായി. 2011 എൻ്റെ മാതാവ് ഈ പ്രദേശത്ത് സ്നാനപ്പെടുവാനിടയായി. 48 വർഷമായി ആസ്മാറ്റിക് പേഷ്യൻ്റായിരുന്ന എൻ്റെ മാതാവിൻ്റെ പൂർണ്ണ രോഗസൗഖ്യം ആ സ്നാനത്തിലൂടെ ഉണ്ടായി. 24 വർഷത്തിൽ കൂടുതലായി ഈ പ്രദേശത്ത് എനിക്ക് ജോലി ചെയ്യാൻ ദൈവം അവസരം തന്നു. ദൈവഹിതമായാൽ ഈ മാസം അവസാനം ഞാൻ നാട്ടിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിഷയമായിരുന്നു. എൻ്റെ ആഗ്രഹം ഡിസംബറോടുകൂടി പോകണമെന്നായിരുന്നു. എങ്കിലും ദൈവത്തിൻ്റെ സമയം അതല്ലായിരുന്നു. ഞാൻ പൂർണ്ണമായി മനസ്സിലാക്കുന്നു. സഭയുടെ സദ്യ പ്രാർത്ഥനയെ ഞാൻ ചോദിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തെ വിരമിക്കുന്നു. ആമേൻ. സ്തോത്രം. ദൈവനാമത്തിന് സ്തോത്രം. ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ നിൽപ്പാൻ ദൈവം ഒരുക്കിയ നല്ല അവസരത്തോട് നന്ദി പറയുന്നു. ഒരു മാസമായി വെക്കേഷനായിട്ട് നാട്ടിലായിരിക്കുവാൻ ദൈവം സഹായിച്ചു. നിങ്ങളെല്ലാം പ്രാർത്ഥന ഞങ്ങൾ കോട്ടയായിരുന്നു. പ്രാർത്ഥിച്ച ദൈവദാസനും കുടുംബത്തിനും മറ്റെല്ലാ ദൈവമക്കൾക്കും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഒരു ഭവനം നിർമ്മിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് ആവശ്യിച്ചുകൊണ്ടിരിക്കുന്നു. ആമേൻ. സ്തോത്രം. ഒരു നിമിഷം നമുക്ക് പ്രിയപ്പെട്ടവരെയൊക്കെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദേവദാസൻ 1 മിനിറ്റ് എടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ പേര് VJ ജോൺ. ഞാൻ കഴിഞ്ഞ 43 വർഷം കൊണ്ട് നോർത്ത് ഇന്ത്യയിൽ കർത്താവിന് വേല ചെയ്യുന്നു. കഴിഞ്ഞ 39 വർഷം കൊണ്ട് തുടർച്ചയായി പാനിപ്പത്ത് എന്ന് പറഞ്ഞ പ്രദേശത്താണ് ഞാൻ വേല ചെയ്യുന്നത്. എനിക്കിപ്പോൾ 65 വയസ്സ് പ്രായമുണ്ട്. ഞാൻ കഴിഞ്ഞ വർഷങ്ങളെല്ലാം വളരെ കഷ്ടതയോടുകൂടെയും പ്രയാസത്തോടും കൂടിയാണ് ഞാൻ എൻ്റെ വർക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്തത്. ഇതിനകത്ത് എനിക്ക് അനേക വിലകൾ കൊടുക്കേണ്ടതായിട്ട് വന്നു. ഒന്ന്, ഒരു മാസത്തിൽ തന്നെ എൻ്റെ പിതാവും എൻ്റെ മോനും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. അതോടൊപ്പം തന്നെ എൻ്റെ ഭാര്യ വളരെ പ്രയാസത്തിലായി. പുള്ളിക്കാരിക്ക് 2 പ്രാവശ്യം ക്യാൻസർ വന്ന് അത്ഭുതകരമായി ദൈവം പുള്ളിക്കാരിയെ സൗഖ്യമാക്കി. അതുപോലെ തന്നെ ഞാൻ 3 പ്രാവശ്യം ഈ പാനിപ്പത്തിൽ മറ്റുള്ളൊരാൾ മർദ്ദിക്കപ്പെട്ടു, അടിക്കപ്പെട്ടു. പാനിപ്പത്തിലെ ഇസ്രാനി എന്ന് പറയുന്ന സ്ഥലത്ത് എന്നെ 3-4 പേര് കൂടി എന്നെ അടിച്ച് അവശനാക്കി എന്നെ വഴിയിൽ എറിഞ്ഞു പോയി. ഞാൻ സഞ്ചരിച്ച് എൻ്റെ സൈക്കിളൊക്കെ അവർ ചവിട്ടി ഓടിച്ചു. അപ്പോൾ എനിക്ക് ബോധമില്ലാതെ ഞാൻ അനേകം മണിക്കൂറിൽ കിടന്നു. അങ്ങനെ ഒരു സഹോദരൻ വന്ന്, ഏതോ ഒരു സഹോദരൻ അറിയാത്തൊരു സഹോദരൻ വന്ന് എൻ്റെ മുഖത്തൊക്കെ വെള്ളമൊക്കെ തെളിച്ച് എന്നെ എഴുന്നേൽപ്പിച്ചു. അങ്ങനെയാണ് എനിക്ക് വീട്ടിൽ പോകാൻ സാധിച്ചത്. ഞാൻ വന്നതിൻ്റെ ഉദ്ദേശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ 65 വയസ്സുള്ളിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഫോറിൻ കൺട്രിയിൽ ഞാൻ വരുന്നത്. വന്നതിൻ്റെ മുഖ്യ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഈ കഴിഞ്ഞ 43 വർഷം കൊണ്ട് ഞാൻ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ആരാധിക്കുന്നതും വാടക വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ചിലപ്പോൾ ഒരു വർഷം 2-3 പ്രാവശ്യം ഞങ്ങൾക്ക് വീട് മാറേണ്ടതായിട്ട് വരും. കാരണം ക്രിസ്തു വിരോധികൾ ഞങ്ങളെ ആരാധിക്കുവാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ ഞങ്ങൾ ആരാധനയ്ക്ക് സ്വാതന്ത്ര്യമില്ലാതെ ഞങ്ങൾ ഭാരപ്പെടുന്നു. ഞങ്ങൾക്ക് ഒരു 2-3 സെൻറ്റ് സ്ഥലം വാങ്ങിയിട്ട് അതിനകത്തൊരു ആരാധന ഹോൾ ഉണ്ടാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ഇവിടെ ആരാധനയ്ക്ക് വരുന്നവരെ മുഴുവനും ഹിന്ദിക്കാരായ ആൾക്കാരാണ്. ഞാൻ ഈ 43 വർഷം കൊണ്ട് എൻ്റെ വർക്കിൽ 3 സഭകൾ സ്ഥാപിക്കാൻ എനിക്ക് ഇടയായി തീർന്നു. ഒന്ന്, എൻ്റെ മോളും മരുമോനുമാണ് സഭ നോക്കുന്നത്. രണ്ടാമത്തെ സഭ എൻ്റെ ഒരു ചർച്ചിലൊരു വിശ്വാസിയല്ല. ഞാൻ അദ്ദേഹത്തെ ബൈബിൾ സ്കൂൾ വിട്ട് പഠിപ്പിച്ചു. പുള്ളിക്കാരനാണ് അവിടെ നിന്ന് സോനിപ്പത്ത് എന്ന സ്ഥലത്ത് വർക്ക് ചെയ്യുന്നത്. ഞാൻ പാനിപ്പത്തിലും എൻ്റെ മോളും പാനിപ്പത്തിൽ എന്നിൽ നിന്നൊരു 6 കിലോമീറ്റർ ദൂരെയാണ്. അപ്പം ഞാൻ പറഞ്ഞ താല്പര്യം, ഞങ്ങൾക്ക് ആരാധനയ്ക്ക് സ്വാതന്ത്ര്യമില്ല പ്രിയ സഹോദരന്മാരെ. ഞങ്ങൾക്ക് അല്പം സ്ഥലം വാങ്ങണം, ആലയം ഉണ്ടാക്കണം. അതിനുവേണ്ടി ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമാണ്. എൻ്റെ ഒരു ചെറിയ ബുക്കുണ്ട്, അത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഞാൻ ആരാധനയ്ക്ക് ശേഷം ഞാൻ വെളിയിൽ നിൽക്കുന്നതായിരിക്കും. നിങ്ങൾ അത് വാങ്ങി എന്നെ ആ ഒരു വിഷയത്തിൽ സഹായിക്കണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ്. മറ്റൊരു ലക്ഷറി ലൈഫിന് വേണ്ടിയല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, ആലയത്തിന് വേണ്ടിയാണ്. പ്ലീസ് എന്നെ സഹായിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ വിരമിക്കുന്നു. ആമേൻ. ആമേൻ. സ്തോത്രം. നമുക്ക് ഈ പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ മോളി ആൻറ്റിയെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാൻ കഴിഞ്ഞ നാളുകളിൽ നാട്ടിലായിരുന്ന സമയങ്ങളിലെല്ലാം കർത്താവിൻ്റെ വലിയ സാന്നിധ്യം കൃപയും അനുഭവിപ്പാൻ കർത്താവ് ഇടയാക്കി. പ്രത്യേകിച്ച് പ്രിയ അച്ചായനെ കർത്താവ് ആരോഗ്യത്തോടെ ബലത്തോടെ നിർത്തുന്നല്ലോ. അതോർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. വിശേഷ കുഞ്ഞു പൈതലിന് വേണ്ടി നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ജെഫ്രിക്ക് വേണ്ടി കർത്താവ്
നമ്മെ പൂർണ്ണ ആരോഗ്യവും ബലവും കുഞ്ഞിന് പകരേണ്ടതിന്, ദൈവത്താൽ കുഞ്ഞ് അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് സഹായിക്കേണ്ടതിന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. പ്രിയ ആൻറ്റിയുടെ ജോലി സംബന്ധമായ എല്ലാ വിഷയങ്ങളിലും കർത്താവിൻ്റെ വലിയ സാന്നിധ്യവും കൃപയും കൂടി ഇരിക്കേണ്ടതിന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. പ്രിയ ജോർജ് ചാനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദീർഘവർഷങ്ങൾ ജോലിയോടുള്ള ബന്ധത്തിൽ ഇവിടെ ആയിരിക്കാൻ കർത്താവ് അവസരമൊരുക്കി എന്ന കർത്താവിൻ്റെ പദ്ധതി അമ്മയ്ക്ക് അതനുസരിച്ച് വരുന്ന ദിവസം നാട്ടിലേക്ക് പോകുവാനായിട്ട് ആഗ്രഹത്തോടായിരിക്കുന്നല്ലോ. സ്വർഗ്ഗത്തിലെ ദൈവം ബലപ്പെടുത്തേണ്ടതിന് തുടർന്നുള്ള എല്ലാ കാര്യങ്ങളിലും കർത്താവിൻ്റെ വലിയ കൃപ കൂടെ ഇരിക്കേണ്ട നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആൻറ്റിയെ, കുഞ്ഞുങ്ങളെ, കുടുംബമായി കർത്താവ് പ്രിയപ്പെട്ടവനെ ബലപ്പെടുത്തേണ്ടതിന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ ജേക്കബ് ബ്രദറിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കുടുംബമായി കഴിഞ്ഞ ഒരു മാസത്തിലേറെ പ്രിയപ്പെട്ടവർ നാട്ടിലായിരുന്ന സമയങ്ങളിലെല്ലാം കർത്താവിൻ്റെ വലിയ സാന്നിധ്യവും കൃപയും കൂടെ ഇരുന്നു. പ്രാർത്ഥനാ വിഷയം അറിയിച്ചിരിക്കും. നമുക്കറിയാമല്ലോ, കർത്താവ് തനിക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കേണ്ടതിന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അതുപോലെ കർത്താവിൻ്റെ ദാസനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിലായിരിക്കുന്നല്ലോ. കുടുംബമായി കർത്താവ് ബലപ്പെടുത്തേണ്ടതിന് ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഉദ്ദേശങ്ങളൊക്കെ കർത്താവിനാൽ നിറവേറ്റപ്പെടുവാൻ കർത്താവ് സഹായിക്കേണ്ടതിന് പ്രിയ ദൈവദാസനെയും കുടുംബമായി ശുശ്രൂഷകളെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്ന ആ പ്രിയപ്പെട്ടവരെയും ഒരു നിമിഷം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ആമേൻ. രക്ഷാപ്രവർത്തകരെ ഒരു നിമിഷം ഓർത്ത് പ്രാർത്ഥിക്കാം. ഒറ്റപ്പെട്ട ദേശത്തിലകപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. അനുകൂല കാലാവസ്ഥയൊക്കെ അവിടെ ലഭിക്കേണ്ടതിന്, ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയൊക്കെ സ്വർഗ്ഗത്തിലെ ദൈവം ആശ്വസിപ്പിക്കേണ്ടതിന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. തുറന്നുള്ള ദൈവവചന ശുശ്രൂഷയെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ആമേൻ. സ്തോത്രം. ഈ ഓഗസ്റ്റ് മാസത്തിൽ നടക്കുന്ന നമ്മുടെ കൺവെൻഷൻ അത് ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിനും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളെല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നാം എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരിൽ ഒരാൾ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുമല്ലോ. വരുവീൻ, നാം വണങ്ങി നമസ്കരിക്കുക. നമ്മെ നിർമ്മിച്ച് ഹോവമ്പിടിൽ മുട്ടുകുത്തുക എന്ന് ഈ രാവിലെ കാലം സങ്കീർത്തനക്കാരനോട് ചേർന്ന് പറയുവാൻ കർത്താവ് ഞങ്ങൾക്കും ജീവിതത്തിൽ ഒരുക്കുന്ന എല്ലാ നല്ല അവസരങ്ങൾക്കായി സ്തോത്രം. ഈ രാവിലെ കാലം കർത്താവ് ഞങ്ങളുടെ സന്നിധിയിൽ കർത്താവ് നിങ്ങൾ മുട്ടുമുടക്കിയിരിക്കുന്നത് അടികളുടെ ജീവിതത്തിൽ വിടുതൽ കാരണമാക്കി, ദൈവപ്രവൃത്തി കാരണമാക്കി, കർത്താവ് നിങ്ങൾ സഹോദരങ്ങളുടെ വിടുതൽ കാരണമാക്കി നാഥാ അങ്ങ് തീർക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നതാ. പ്രതിയാൽ കർത്താവ് അനുഗ്രഹിക്ക പാട്ടുകൾ കർത്താവ് ഞങ്ങൾക്ക് ദാനമായി നൽകുന്നു. കർത്താവെ നാഥ ആരാധിപ്പാൻ, കർത്താവ് മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചനാൽ സ്തോത്രം. നാഥാ പ്രാർത്ഥിപ്പാനെല്ലാം കർത്താവ് കൃപകളെ അങ്ങ് നൽകി തരുന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ നാഥാ. അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനെ കർത്താവ് നൽകി തന്നതിനായി സ്തോത്രം. നാഥാ യഹോവയെ സ്തുതിക്കുവിൻ, ഞാൻ നേരിട്ടുള്ള സംഘത്തിൽ സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കുമെന്ന് കർത്താവെ സങ്കീർത്തനക്കാരനോട് ഈ രാവിലെ കാലം അടികൾക്ക് ചേർന്ന് പറയുവാൻ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കിയ എല്ലാ നല്ല അവസരങ്ങൾക്കായി സ്തോത്രം. നാഥാ പ്രതിയാൽ കർത്താവെ നാഥാ സാക്ഷിവാചകൾ കൂടെ കർത്താവെ നാഥാ ഹല്ലേലൂയ കർത്താവെ പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ച എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നാഥാ മോളി ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കഴിഞ്ഞ ഒരു മാസക്കാല വെക്കേഷനുള്ള ബന്ധത്തിൽ നാട്ടിലായിരുന്നപ്പോൾ കർത്താവിന്റെ സാന്നിധ്യം ഒരുവാൻ, കർത്താവിന്റെ കൃപ അനുഭവാൻ പ്രിയദാസി അങ്ങ് സഹായിച്ചനാൽ സ്തോത്രം. നാഥാ പ്രതിയാൽ കർത്താവെ നാഥാ ഹല്ലേലൂയ പ്രിയ ഹല്ലേലൂയ ദാസിയുടെ മകന്റെ കുഞ്ഞിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ കർത്താവേ നാഥാ ഹല്ലേലൂയ കർത്താവ് പ്രശ്നന്റെ ദൈവമേ അതിനാൽ ഭാരപ്പെട്ടു എന്നാൽ കർത്താവ് കൊടുത്തിരിക്കുന്ന വിടുതലായി സ്തോത്രം. നാഥാ എത്രയും പെടുന്ന ഒരു പൂർണ്ണ വിടുതൽ പ്രാപിച്ച് പ്രിയ പൈതൽ സുഖത്തോടെ ആരോഗ്യത്തോടെ ബലത്തോടെ ആയിരിക്കാൻ കർത്താവ് ഇടയാക്കണം അങ്ങയോട് പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ കർത്താവേ പ്രിയ ജോർജാനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കഴിഞ്ഞ നാളുകളിൽ ഈ ദേശത്തായിരിക്കാൻ കർത്താവ് ഈ ദേശത്ത് വന്ന് അങ്ങയെ കണ്ടുമുട്ടുവാനെല്ലാം കർത്താവ് അവസരങ്ങളൊക്കെ നൽകി കൊടുത്തതിനായി സ്തോത്രം. നാഥാ ദൈവം ഈ ദേശത്ത് ജോലി ചെയ്യുവാൻ ഇവിടുത്തെ നന്മയനുഭവമെല്ലാം കർത്താവ് പ്രിയദാസിനെ അങ്ങ് സഹായിച്ച എല്ലാ നല്ല വിധങ്ങൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ അങ്ങ് അനുവദിക്കുന്നെങ്കിൽ ഹല്ലേലൂയ കർത്താവ് അങ്ങയുടെ ഹിതമാണെങ്കിൽ നാഥാ പ്രിയദാസൻ കർത്താവ് ഈ മാസം ലാസ്റ്റിലൂടെ നാഥാ നാട്ടിലേക്ക് മടങ്ങി കടന്നു പോകുന്ന കർത്താവെ ദാസന്റെ ഹല്ലേലൂയ കർത്താവ് നാട്ടിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവൻ കർത്താവ് ഇടയാക്കണമേ. ഭാവി കാര്യങ്ങളിൽ മേലെല്ലാം ദൈവിക പരിപാലനം ദൈവിക സാന്നിധ്യം അനുഭവൻ കർത്താവ് ഇടയാക്കണമെന്ന് കൂടെ പ്രാർത്ഥിക്കുന്ന നാട്ടിലായിരിക്കുന്ന കർത്താവെ മാതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ആന്റിയെയും പിള്ളേരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം കർത്താവ് കുടുംബമായി കർത്താവ് അവരെ സഹായിക്കണം ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് എന്നതാ പ്രതിയാൽ കർത്താവ് പ്രിയ ജേക്കബ് ബ്രദറിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ പ്രിയ ബ്രദറിന് കർത്താവെ വെക്കേഷനുള്ള ബന്ധത്തിൽ നാട്ടിലായിരുന്നു. ഹല്ലേലൂയ കർത്താവേ സുഖത്തോടെ സന്തോഷത്തോടെ മടങ്ങി വരാൻ കർത്താവ് ഇടയാക്കിയതിനായി സ്തോത്രം. നാഥാ പ്രിയദാസന്റെ പ്രാർത്ഥന വിഷയങ്ങളെല്ലാം കുടുംബമായി ദൈവമേ അവർ കുടുംബമായി പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥന വിഷയങ്ങളുമേലും ദൈവിക മറുപടി അയച്ച് തക്ക സമയത്ത് അതിന്മേലെല്ലാം വിടുതൽ കണ്ട് സന്തോഷിപ്പാൻ നാഥാ ഇടയാക്കണം അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവ്. നാഥാ അതുപോലെ കർത്താവേ നാഥാ അടികളുടെ ഇടയിൽ നിന്ന് കാലം കടന്നു വന്ന പ്രിയ ദേവദാസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ ദേവദാസിനെ കർത്താവ് അനുഗ്രഹിക്കണം എന്ന് കൂടെ പ്രാർത്ഥിക്കുന്നു. പ്രിയ ദേവദാസിന്റെ വേലയെ കർത്താവ് പിന്നെയും മാനിക്കണമേ. ദൈവം ഹല്ലേലൂയ അനേക പ്രതിഫലം നൽകി പിന്നെയും മാനിക്കണം എന്ന് കൂടെ പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥിക്കുന്നു. പ്രത്യേക കർത്താവെ, ഇവിടെ കടന്നു വന്നതിന്റെ ഉദ്ദേശം പ്രിയ ദേവദാസൻ പറയുവാനിടയായ കർത്താവെ, അതെല്ലാം കർത്താവെ തക്ക സമയത്ത് സാധിച്ച് മടങ്ങി പോവാൻ കർത്താവ് ഇടയാക്കണമെന്ന് കൂടെ പ്രാർത്ഥിക്കുന്നതാ. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് പ്രിയ ദേവദാസനെ ഒരു പ്രാവശ്യം കൂടെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവിന്റെ കരം പിന്നെയും പ്രിയദാസനോട് കൂടെ ഇരിക്കണമെന്ന് കൂടെ പ്രാർത്ഥിക്കുന്ന പ്രതിയാൽ കർത്താവെ ഞങ്ങൾ പ്രിയ വയനാട്, ഞങ്ങളുടെ കേരളത്തിലെ വയനാടിനോർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അങ്ങ് സകലതും അറിയുന്നു. അങ്ങ് അറിയാതെ കർത്താവെ ഒന്നും സംഭവിക്കുന്നില്ല. ഹല്ലേലൂയ കർത്താവേ, ഒരു ദൈവിക കർത്താവേ ദൈവമേ, ഒരു പരിപാലന കർത്താവേ ദേശത്തിന്മേൽ വീണ്ടും ഉണ്ടാകുവാൻ അങ്ങയുടെ ആക്കണമെന്ന് കൂടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, വൃത്തിയാൽ കർത്താവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന ദൈവമേ അനേകരുണ്ട് കർത്താവേ, അവരെ കർത്താവ് സഹായിക്കണമേ. ദൈവത്തിന്റെ പരിപാലനം അവരോട് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവം അതുപോലെ കർത്താവെ ക്യാമ്പുകളിലായിരിക്കുന്ന ദൈവമേ അനേക കർത്താവേ സഹോദരങ്ങളുണ്ട് അവരെല്ലാം സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ അനേകർ കർത്താവേ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവർ, ദൈവമേ പൈതങ്ങൾ നഷ്ടപ്പെട്ട സഹോദരങ്ങൾ നഷ്ടപ്പെട്ടവർ, ദൈവമേ അങ്ങനെ വിവിധ ദുഃഖത്തിലും ഭാരത്തിലും ആയിരിക്കുന്ന കർത്താവേ അനേക കർത്താവെ സഹോദരങ്ങൾ അവിടെ ഉണ്ട്. അപ്പാ ദൈവം അവരെല്ലാം സഹായിക്കണം എന്നോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവത്തിന്റെ ആശ്വാസം അവരെ നിറച്ച കർത്താവേ ദൈവമേ ദേശത്തിന്മേൽ ഒരു വിടുതല് എത്രയും പെട്ടെന്ന് വെളിപ്പെടുവാൻ കർത്താവ് അവിടെയാക്കണം പ്രാർത്ഥിക്കുന്നു. ദൈവമേ കാലാവസ്ഥയൊക്കെ അവിടെ അനുകൂലമായി തീരുവാൻ അങ്ങടെയാക്കണം പ്രാർത്ഥിക്കുന്ന ഒരു ദൈവിക പ്രവൃത്തി കർത്താവ് അവിടെ അയക്കാൻ പോകുന്നതിനായി സ്തോത്രം. എത്രയും പെട്ടെന്ന് ഇവിടെ റിക്കവർ ആകുവാൻ കർത്താവ് ഇടയാക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ദൈവിക പ്രവൃത്തി പിന്നെയും അയക്കണം എന്നോട് പ്രാർത്ഥിക്കുന്ന ദിവദാസം പറഞ്ഞ എല്ലാ വിഷയങ്ങളും അപ്പച്ചന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തുറന്നു നടക്കാൻ പോകുന്ന കർത്താവ് വചന സൃഷ്ടിയോർത്ത് പ്രാർത്ഥിക്കുന്നു. അത് അനുഗ്രഹമായി തീരുവാൻ കർത്താവ് ഇടയാക്കണം എന്ന് കൂടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അത് അടിയങ്ങൾക്ക് കർത്താവ് ഒരാഴ്ചക്കാലം ജീവിക്കാൻ ആവശ്യമായ ദൈവിക കർത്താവിനതാം കർത്താവ് ചൈതന്യം അതിന്മേൽ അങ്ങ് പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഞങ്ങളുടെ മേശ ഞങ്ങളുടെ മുൻപിലുണ്ട് കർത്താവേ, അതും വളരെ അനുഗ്രഹമായി തീരുവാൻ കർത്താവ് അവിടെയാക്കണം പ്രാർത്ഥിക്കുന്നു. ഇതുപോലെ കാലം ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി മടങ്ങി പോവാൻ കർത്താവ് ഇങ്ങടെയാക്കണം എന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ആമേൻ ആമേൻ. സ്തോത്രം. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ ഹല്ലേലൂയ. 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1, 2, 3 വാക്യങ്ങൾ വായിക്കാമോ? 2 കൊരിന്ത്യർക്ക് അപ്പോസ്തലനായ പൗലോസ് എഴുതിയിരിക്കുന്ന ലേഖനം അതിൻ്റെ 12-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ. കുറിച്ച് പറവാൻ പോകുന്നു. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരം മുമ്പേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെയോ എന്നും അറിയുന്നില്ല, ദൈവം അറിയുന്നു. അടുത്ത വാക്യം കൂടെ, 3-ാമത്തെ വാക്യം. ആ മനുഷ്യൻ പരദേശിയോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ദൈവം അറിയുന്നു. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ, ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ 2 വ്യക്തികളെ, 2 മനുഷ്യരെ ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. ഒന്ന് പൗലോസ് എന്ന ജഡത്തിൽ വസിക്കുന്ന മനുഷ്യൻ, 2 ക്രിസ്തുവിലുള്ള മനുഷ്യൻ. പൗലോസ് പറയുന്നു, എനിക്ക് പ്രശംസിപ്പാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, എനിക്ക് പ്രശംസിപ്പാൻ വാക്കയുണ്ട്. അതിൻ്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് നാം വരുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുക, പ്രശംസിക്കുന്നതിനാൽ പ്രയോജനമില്ല, എങ്കിലും അതാവശ്യമായിരിക്കും. ഞാൻ സ്തോത്രം ഇപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ പറയുവാനായിട്ട് പോകുന്നത് ആവശ്യമായിരിക്കുന്നത് കൊണ്ട്, നിർബന്ധമായിരിക്കുന്നത് കൊണ്ട് സ്തോത്രം എന്ന അപ്പോസ്തലനായ പൗലോസ് വ്യക്തമായിട്ട് അവിടെ രേഖപ്പെട്ടിരിക്കുക. എന്തുകൊണ്ടാ ഈ നിർബന്ധമായിരിക്കുന്നു, ആവശ്യമായിരിക്കുന്നു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? പൗലോസ് പറയുക, ജഡത്തിൽ വസിക്കുന്ന ആ പൗലോസിനെ കുറിച്ചല്ല ഞാൻ പ്രശംസിക്കാൻ പോകുന്നത്, എനിക്ക് നൽകിയിരിക്കുന്ന വെളിപ്പാടുകളെയും ദർശനങ്ങളെയും കുറിച്ച് ഞാൻ പ്രശംസിക്കാനായിട്ട് പോകുകയാണ്. സ്തോത്രം, കഴിഞ്ഞ 14 സംവത്സരങ്ങളായി സ്തോത്രം ഞാൻ മറച്ചു വെച്ചിരുന്ന, സ്തോത്രം ഞാൻ ഉൾപ്പെട്ടിരുന്ന ആ ദർശനങ്ങള്, ആ വെളിപ്പാടുകള് ഇന്ന് എനിക്ക് പറയേണ്ടത് ആവശ്യമായി തീർന്നിരിക്കുകയാണ്. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് സ്തോത്രം ജഡത്തിലുള്ള മനുഷ്യനെ സംബന്ധിച്ച് പ്രശംസിക്കുന്നതിനേക്കാൾ ആമേൻ ക്രിസ്തുവിലുള്ള മനുഷ്യനെ കുറിച്ച് പ്രശംസിക്കണം.
എൻ്റെ ഭാഷയിൽ ഞാൻ ഒന്നും കൂടെ വ്യക്തമാക്കിയാൽ, സ്തോത്രം, ദൈവസന്നദ്ധിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് എന്നുള്ളതോർത്ത് പ്രശംസിപ്പാനിടയാകണം. സ്തോത്രം, ദൈവസന്നദ്ധിയിൽ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അവിടുന്ന് എൻ്റെ മേൽ പകർന്നിരിക്കുന്നു എന്നുള്ളതോർത്ത് സ്തോത്രം ഞാൻ പ്രശംസിപ്പാനിടയായി തീരണം. അവിടുത്തെ ആത്മാവിനാൽ ഞാൻ നയിക്കപ്പെടുന്നു എന്നോർത്ത് പ്രശംസിപ്പാനിടയായി തീരണം. അവിടുത്തെ വെളിപ്പാടുകളെ ഞാൻ പ്രാപിച്ചിട്ടുണ്ട് എന്നോർത്ത് പ്രശംസിപ്പാനിടയായി തീരണം. സ്തോത്രം, അവിടുത്തെ ദർശനങ്ങളെ എനിക്ക് നൽകുന്നുണ്ട് എന്നോർത്ത് പ്രശംസിപ്പാനിടയായി തീരണം. സ്തോത്രം. ഒരു ദൈവവേദനെ സംബന്ധിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത്, ഞാൻ ആ താഴേക്കുള്ള വാക്യങ്ങളും കൂടെ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ഏകദേശം 14 സംവത്സരങ്ങൾ വെളിപ്പെടുത്താതിരുന്ന ഒരു മർമ്മം അപ്പോസ്തലനായ പൗലോസ് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. ഇവിടെ പറയുക, സ്തോത്രം, ഞാൻ ഒരു പ്രത്യേക കാര്യത്തിൽ പ്രശംസിക്കാൻ പോകുകയാണ്. സ്തോത്രം, ആ പ്രശംസ എന്ന് പറയുന്നത് ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന വെളിപ്പാടുകൾ, ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ദർശനങ്ങളാ. ഇന്ന് പകൽ ആത്മാവിന്റെ നിയോഗത്തിൽ ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളോട് ഞാനൊന്ന് ചോദിക്കട്ടെ, സ്തോത്രം, വെളിപ്പാടുകളും ദർശനങ്ങളും ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ എത്ര പേര് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്? സ്തോത്രം, നമുക്ക് വെളിപ്പാടുകളെയും ദർശനങ്ങളെയും നൽകുവാൻ കർത്താവ് ആഗ്രഹിക്കുമ്പോൾ അതിനനുസരിച്ച് ജീവിക്കുവാനുള്ള ഒരു സമ്പൂർണ്ണ സമർപ്പണം നമുക്കുണ്ടെങ്കിൽ ഇന്ന് പകൽ പറയാം, സ്തോത്രം, ദർശനങ്ങളും വെളിപ്പാടുകളും നമുക്ക് നൽകുവാൻ കർത്താവ് മതിയായവനാണ്. സ്തോത്രം. ഇത് ആഗ്രഹിക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യും. 11-ാം അധ്യായം ഉടനീളം നാം വായിക്കുമ്പോൾ ദുരുപദേഷ്ടാക്കന്മാരുടെയും കള്ളപ്രവാചകന്മാരുടെയും കള്ള അപ്പോസ്തലന്മാരുടെയും ഒക്കെ ആമേൻ സ്തോത്രം വീമ്പിളക്കലും പൗലോസിനെ കുറ്റപ്പെടുത്തുന്നതും പൗലോസിന് കഴിവില്ല, വാക്സാമർഥ്യമില്ല എന്നൊക്കെ പറയുമ്പോൾ ആമേൻ ദൈവത്തിനു വേണ്ടി, ദൈവജനത്തെ കർത്താവിന് വേണ്ടി നേടേണ്ടതിന് താൻ അനുഭവിച്ച കഷ്ടതകളുടെ ഒരു വലിയ നിര സ്തോത്രം അവിടെ നിരത്തിയിട്ട് അപ്പോസ്തലനായ പൗലോസ് 11-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, ആര് ബലഹീനനായിട്ട് ഞാൻ ബലഹീനനാകാതെ ഇരിക്കുന്നു. സ്തോത്രം, അതിൻ്റെ അർത്ഥം ഈ പറയുന്ന സകലരും ഏതെങ്കിലുമൊക്കെ വിഷയത്തിൽ ബലഹീനരായിരിക്കുമ്പോൾ എൻ്റെ ബലഹീനത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്തോത്രം അവരെന്നെ കുറ്റപ്പെടുത്തുകയാണ്. സ്തോത്രം. ഈ ഭാഗത്ത് ഞാനൊന്ന് നിന്ന് സാവകാശം പോകാം. ഈ കുറ്റപ്പെടുത്തുന്നവരുണ്ട്, നിന്ദിക്കുന്നവരുണ്ട്, പരിഹസിക്കുന്നവരുണ്ട്. സ്തോത്രം, ഒരുപക്ഷെ അങ്ങനെ ചെയ്യുന്നവരൊക്കെ ചിന്തിക്കുന്ന ഒരു കാര്യം, അവർ എന്തോ പൂർണ്ണരാണെന്നുള്ളൊരു ചിന്തയാണ് ഉണ്ടാകുക. ഇങ്ങനെ ചെയ്യുന്നവർ സ്തോത്രം പൂർണ്ണരാണെന്ന് ഉള്ള ചിന്തയാണ് ഉണ്ടാകുക. ആമേൻ. ഒരു ഉദാഹരണം ഞാൻ നമ്മുടെ ഭാഷയിലേക്ക് വന്നാൽ, സ്തോത്രം, ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്തോത്രം, നാം എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവർക്കും ഒരുപോലെയല്ല പ്രാർത്ഥിക്കാനുള്ള സ്തോത്രം കൃപ കർത്താവ് നൽകിയിരിക്കുന്നത്. ചില പ്രിയപ്പെട്ടവർ പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ വാക്കുകൾക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ഒരു വ്യത്യാസങ്ങൾ വരാം. എന്നാൽ സ്തോത്രം, ഈ ചിലർ അവിടെ ഇരുന്നുകൊണ്ട് അവരെ എന്ത് ചെയ്യും, അവരെ പ്രാർത്ഥിക്കുന്ന വാക്കുകളെ പിടിച്ച് കുറ്റപ്പെടുത്തുന്നത് കാണാം. മറ്റു ചിലർ സാക്ഷ്യങ്ങൾ പറയുമ്പോൾ അവരെ കുറ്റപ്പെടുത്തുന്നത് കാണാം. ആരാധിക്കുന്നവരെ കുറ്റപ്പെടുത്തുന്നത് കണ്ടിട്ടുണ്ട്. സ്തോത്രം, ഞാൻ ഇങ്ങനെയുള്ള കുറ്റപ്പെടുത്തലുകൾ കേൾക്കുമ്പോൾ സ്തോത്രം ഞാൻ ചിന്തിക്കുന്ന, ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, സ്തോത്രം, ഈ പറയുന്നവർ, കുറ്റപ്പെടുത്തുന്നവർ ഒരിക്കലും പെർഫെക്റ്റ് ഒന്നുമല്ല. അവർക്ക് തോന്നും അവർ പെർഫെക്റ്റ് ആണെന്ന്. സ്തോത്രം, മറ്റുള്ളവരുടെ കണ്ണിൽ അവർ പെർഫെക്റ്റ് അല്ല. സ്തോത്രം അല്ലേ? നമ്മൾ എപ്പോഴും പറയും, ഒരു കൈ, ഒരു വിരൽ നമ്മൾ മുമ്പോട്ട് നീട്ടുമ്പോൾ നമ്മൾ ഓർക്കുന്ന ഈ വിരൽ മാത്രമാണ് സ്തോത്രം നീട്ടാൻ കൊള്ളാവുന്ന വിരലെന്ന. പക്ഷേ ബാക്കി 3 വിരലുകൾ ഇങ്ങോട്ടാണ് നീണ്ടിരിക്കുന്നത്, ഒരെണ്ണം മുകളിലോട്ടാണ് പോകുന്നത്. ഈ കാര്യം പലപ്പോഴും സ്തോത്രം മനുഷ്യർ തിരിച്ചറിയുന്നില്ല. ഇവിടെ അപ്പോസ്തലനായ പൗലോസിനെയും കുറ്റപ്പെടുത്തുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ബലഹീനനാണെന്ന് പറയുമ്പോൾ പൗലോസ് വ്യക്തതയോടെ എടുത്ത് വചനത്തെ പറഞ്ഞിരിക്കുകയാ. സ്തോത്രം, ആര് ബലഹീനനായിട്ട്, സ്തോത്രം, ഞാൻ ബലഹീനനാകാതെ ഇരിക്കുന്നു. സ്തോത്രം, എല്ലാവരുടെയും ജീവിതത്തിൽ അവരുടേതായ ബലഹീനതകളുണ്ട്. 30-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുക, പ്രശംസിക്കണമെങ്കിൽ ഞാൻ എൻ്റെ ബലഹീനത സംബന്ധിച്ച് എന്ത് ചെയ്യാൻ? പ്രശംസിക്കുക. എനിക്ക് പ്രശംസിക്കാനുണ്ടെങ്കിൽ സ്തോത്രം എനിക്ക് നൽകിയിരിക്കുന്ന ബലഹീനത മാത്രമേ ഉള്ളൂ. പ്രശംസിക്കുന്നുവെങ്കിൽ എന്തുകൊണ്ട്? അതിന് കാരണം 1 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ ആരംഭ അധ്യായത്തിൽ 1-ാം അധ്യായം അതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ
അവിടെ സ്തോത്രം ദൈവമക്കളുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് വളരെ വ്യക്തതയോടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. അവിടെ എന്നിട്ട് പറയുക, സ്തോത്രം, സഹോദരന്മാരെ, 26-ാമത്തെ വാക്യം ദൈവാസിനൊന്ന് വായിക്കാം. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവീൻ. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികളേറെയില്ല, ബലവാന്മാരേറെയില്ല, കുലീനന്മാരുമേറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. സ്തോത്രം. വാക്യം, ദൈവസന്നിധിയിൽ ഒരു ജഡവും, ദൈവസന്നിധിയിൽ ഒരു ജഡവും നമ്മെ ഉള്ളതുപോലെ അറിയുന്ന കർത്താവ്, സ്തോത്രം, നമ്മെ ഉള്ളതുപോലെ മനസ്സിലാക്കുന്ന കർത്താവ്, സകലവും നഗ്നവും മലർന്നതുമായി അവിടുത്തെ മുൻപാകെ ഇരിക്കുമ്പോൾ ഇന്ന് പകൽ എത്ര പേർക്ക് പറയുവാനായിട്ട് കഴിയും, ഞാൻ പ്രശംസിക്കുന്നു എങ്കിൽ എന്റെ കർത്താവിൽ ഞാൻ പ്രശംസിക്കും. കർത്താവ് നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മുടെ കഴിവിൽ നാം പ്രശംസിക്കണമെന്നല്ല, അവിടുന്ന് നമുക്ക് നൽകിയിരിക്കുന്ന കഴിവിൽ, സ്തോത്രം, കഴിവ് നമ്മൾ അവിടുത്തെ നാമമഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുമ്പോൾ, അവിടുന്ന് നമുക്ക് നൽകിയിരിക്കുന്ന താലന്തുകൾ നമ്മുടെ കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി നാം പ്രയോജനപ്പെടുത്തുമ്പോൾ നാം പ്രശംസിക്കുന്നു എങ്കിൽ കർത്താവിൽ പ്രശംസിപ്പാനിടയാകിത്തീരണം. സ്തോത്രം. ഇത് തന്നെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ആമേൻ. സ്തോത്രം. മറുഭാഗവും കൂടെ ദൈവമക്കളോട് പറയാം. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ആരെങ്കിലും, ആമേൻ, സ്തോത്രം, മറ്റുള്ളവരെന്നെ കുറ്റപ്പെടുത്തുന്നു, എന്നെ നിന്ദിക്കുന്നു, പരിഹസിക്കുന്നു എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം അറിഞ്ഞുകൊള്ളുക, നമുക്ക് നൽകിയിരിക്കുന്ന വെളിപ്പാടുകൾ, നമുക്ക് നൽകിയിരിക്കുന്ന ദർശനങ്ങൾ അത് മറ്റുള്ളവർക്ക് ലഭിച്ചിട്ടില്ല. സ്തോത്രം. പൗലോസിനെ നിന്ദിക്കുന്നവർക്ക്, പൗലോസിനെ പരിഹസിക്കുന്നവർക്ക്, പൗലോസിനെ കുറ്റപ്പെടുത്തുന്നവർക്ക് ലഭിച്ചിട്ടില്ലാത്ത, താൻ ബലഹീനനാണെന്ന് പറഞ്ഞു തന്നെ അപഹസ്യപ്പെടുത്തുന്നവർക്ക് ലഭിച്ചിട്ടില്ലാത്ത ഒരു വെളിപ്പാട് പൗലോസിന് ലഭിച്ചിട്ടുള്ളത് കൊണ്ട് പൗലോസ് പറയുക, ഞാൻ ക്രിസ്തുവിൽ പ്രശംസിക്കും, ആ ക്രിസ്തുവിലുള്ള മനുഷ്യനെ ഞാൻ പ്രശംസിക്കും. അത് പറയുവാൻ കഴിയുന്ന പ്രിയപ്പെട്ടവർ ഇതിനകത്തിരിപ്പുണ്ടെങ്കിൽ ഒരു നിമിഷം ആ കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. നിന്ദിക്കുന്നവരെ നിന്ദിക്കട്ടെ, പഴിക്കുന്നവരെ പഴിക്കട്ടെ, ദോഷിക്കുന്നവരെ ദോഷിക്കട്ടെ. എന്താ ഞാൻ പ്രശംസിക്കുന്നുവെങ്കിൽ എന്റെ കർത്താവിനെ പ്രശംസിക്കും. സ്തോത്രം. ഹല്ലേലൂയ. അവിടുന്ന് എനിക്ക് നൽകിയിരിക്കുന്ന വെളിപ്പാടുകളെ ഞാൻ പ്രശംസിക്കാം. അവിടുന്ന് എനിക്ക് നൽകിയിരിക്കുന്ന ആലോചനകളെ ഞാൻ പ്രശംസിക്കാം. അവിടുന്ന് എനിക്ക് നൽകിയിരിക്കുന്ന ദർശനങ്ങളെ ഞാൻ പ്രശംസിക്കും. സ്തോത്രം. അതാ പൗലോസ് 2-ാം വാക്യത്തിൽ പറയുന്നത്, ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു, ആ മനുഷ്യനെ എനിക്കറിയാം. സ്തോത്രം. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. ആ മനുഷ്യന്റെ പ്രത്യേകത അടുത്ത വാക്യം, അവൻ 14 സംവത്സരം മുമ്പേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെയോ എന്നും അറിയുന്നില്ല. സ്തോത്രം. ദൈവം അറിയുന്നു. 14 സംവത്സരം മുമ്പ് ആ മനുഷ്യൻ എവിടെ വരെ എടുക്കപ്പെട്ടു? 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. സ്തോത്രം. അതിൻ്റെ വിശദീകരണമൊന്നും എനിക്കറിയത്തില്ല. ശരീരത്തോടു കൂടിയോ ശരീരം കൂടാതെയോ ഒന്നും ഞാൻ അറിയുന്നില്ല, അതൊക്കെ ദൈവം അറിയുന്നു. പക്ഷേ എനിക്കൊന്നറിയാം, സ്തോത്രം, ഞാൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവനാണ്. ആമേൻ. ഈ 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിൽ നാം ഇവിടെ വായിച്ച ഈ വാക്യത്തോടുള്ള ബന്ധത്തിൽ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 14-ാം അധ്യായത്തിൽ ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പൗലോസിൻ്റെ ആദ്യ മിഷണറി യാത്രയിൽ ലുസ്ത്ര എന്ന് പറയുന്ന പട്ടണത്തിൽ പൗലോസ് ചെല്ലുന്നു. അവിടെ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരു മനുഷ്യനെ പൗലോസ് സൗഖ്യമാക്കുന്നു. ആമേൻ. സ്തോത്രം. ആ സമയത്ത് യഹൂദന്മാരെല്ലാവരും കൂടെ ചേർന്ന് പുരുഷാരത്തെയെല്ലാം തങ്ങളുടെ കൂടെ കൂട്ടി വശത്താക്കി പൗലോസിനെ കല്ലെറിയുന്നു. മരിച്ചു എന്ന് വിചാരിച്ചിട്ട് അവർ, സ്തോത്ര, പട്ടണത്തിൻ്റെ പുറത്തേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോയിട്ട് കളയുന്നു. ഈ ഒരു ഭാഗത്തെ സംബന്ധിച്ച് പൊതുവെ ദൈവവചന പണ്ഡിതന്മാർ പറയുന്നത്, ആ സമയത്ത്, സ്തോത്രം, പൗലോസ് അക്ഷരാർത്ഥത്തിൽ മരിച്ചു എന്നും ദൈവം തൻ്റെ ആത്മാവിനെ തൻ്റെ ശുശ്രൂഷ തികയ്ക്കേണ്ടതിന് തിരിച്ചു നൽകിയെന്നും താൻ പറുദീസയോളം എടുക്കപ്പെട്ട് അവിടുത്തെ സകല,
സ്തോത്രം അമേൻ കാര്യങ്ങളും താൻ മനസ്സിലാക്കിയെന്നും കണ്ടു എന്നും ദൈവികമായ വെളിപ്പാടുകളെ താൻ ദർശിച്ചുമെന്നുമൊക്കെയാ പറയുന്നത്. സ്തോത്രം എങ്കിൽ അമേൻ ഒരു കാര്യം യാഥാർത്ഥ്യമാ. സ്തോത്രം അതിന്റെ വ്യക്തത വിശദീകരണം ഒന്നും നമുക്കൊന്നും അറിയത്തില്ലെങ്കിലോ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം വിളിച്ചു പറയുക, 14 സംവത്സരങ്ങൾക്ക് മുൻപ് സ്തോത്രം ഞാൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടിട്ടുണ്ട്. സ്തോത്രം അവിടെ ചെന്ന് ആത്മീക വെളിപ്പാടുകളെ ദൈവം എനിക്ക് നൽകിയിട്ടുള്ള ദർശനങ്ങളെ ഞാൻ ദർശിച്ച വ്യക്തിയാ. എന്റെ ജീവിതത്തിന്റെ തലങ്ങളിൽ കഷ്ടതകൾ വന്നപ്പോൾ, പ്രയാസങ്ങൾ വന്നപ്പോൾ, സ്തോത്രം അവൻ നിരാശയുടെ വക്കിലൂടെ കടന്നുപോയപ്പോൾ, സകലരും ഞാൻ മരിച്ചു എന്ന് ചിന്തിച്ച വേളയിൽ ദൈവം എന്നെ ആ സാഹചര്യത്തിലൂടെ കടത്തി വിട്ടത് ചില ആത്മീക ദർശനങ്ങളെ എന്നെ കാണിപ്പാനോ, ആ 3-ാം സ്വർഗത്തോളം എന്നെ എടുക്കാനോ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിന്റെ പൈതലെ, കഷ്ടതയുടെ സാഹചര്യമുണ്ടോ? അതിനപ്പുറത്തൊരു ദൈവിക വെളിപ്പാടുണ്ട്. പ്രയാസങ്ങളുടെ സാഹചര്യമുണ്ടോ? ദൈവിക വെളിപ്പാടുണ്ട്. ഇന്ന് പകൽ ദൈവകരങ്ങളിൽ ഒന്ന് സമർപ്പിച്ചു കൊടുത്തിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ തയ്യാറായാൽ അവൻ ദൈവിക ദർശനങ്ങളെ കാണിക്കുവാൻ അവിടുന്ന് മതിയായ കർത്താവ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് അവൻ ഈ ജനറേഷനിലായിരിക്കുന്ന നമ്മോട് ഓരോരുത്തരോടും അവൻ ദൈവികാത്മാവിൽ അവൻ ചോദിക്കുന്നൊരു ചോദ്യം. നമ്മളെല്ലാം സ്തോത്രം ജോലിക്ക് പിന്നാലെ ഓടുന്നവരാ. അമേൻ സ്തോത്രം. അമേൻ അധ്വാനത്തിന് വേണ്ടി സമയം കൂടുതൽ ചെലവഴിക്കുന്നവരാ. എന്നാൽ ചോദിക്കട്ടെ, സ്തോത്രം അമേൻ ദൈവസന്നിധിയിലിരുന്ന് ദൈവിക ദർശനങ്ങളെ കാണുവാൻ, ദൈവിക വെളിപ്പാടുകളെ കാണുവാൻ സമയം ലഭിക്കുമ്പോൾ വേർതിരിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം സ്തോത്രം ഒരു ദൈവദാസൻ എന്നുള്ള നിലയ്ക്ക് ദൈവികാലോചന ദൈവമക്കൾക്ക് കൈമാറട്ടെ. അങ്ങനെ ഇതുവരെ സമയം ചെലവഴിക്കുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ രഹസ്യ പ്രാർത്ഥനയ്ക്ക്, ദൈവസന്നിധി മുട്ടുമടക്കുന്നതിന്, സ്തോത്രം ദൈവിക ദർശനങ്ങളെ കാണുന്നതിന്, ദൈവിക വെളിപ്പാടുകളെ പ്രാപിക്കേണ്ടതിന് ഇന്ന് മുതൽ സമയം ചെലവഴിക്കുന്നവരാകട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായ പൗലോസിന് പ്രശംസിക്കുവാൻ ധാരാളമുണ്ടെന്ന് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ നിർബന്ധത്താൽ തൻ്റെ ജഡത്തിലെ പ്രശംസയെ സംബന്ധിച്ച് എഴുതിയിട്ടുണ്ട്. തൻ്റെ പഠനത്തെ സംബന്ധിച്ച് എഴുതിയിട്ടുണ്ട്. തൻ്റെ പാരമ്പര്യത്തെ സംബന്ധിച്ച് താൻ എഴുതിയിട്ടുണ്ട്. സ്തോത്രം. തൻ്റെ സാഹചര്യങ്ങളെ സംബന്ധിച്ച് എഴുതിയിട്ടുണ്ട്. എല്ലാം നിലയിലും സ്തോത്രം ജഡം സംബന്ധിച്ച് പ്രശംസിക്കുവാൻ സകലവിധ കാര്യങ്ങളുമുള്ള അപ്പോസ്തലനായ പൗലോസ് ആ കാലത്തുള്ള സകല പ്രമാണികളെക്കാട്ടിലും ഒരു പടി മുകളിൽ നിൽക്കുന്ന പൗലോസ്, സകല മനുഷ്യരോടും വാദിക്കുവാൻ തക്കവണ്ണം നൈപുണ്യം ലഭിച്ചിട്ടുള്ള പൗലോസ്, അറിവ് സമ്പാദിച്ചിട്ടുള്ള പൗലോസ് ഇപ്രകാരം പറയുക, സ്തോത്രം എനിക്ക് ഈ ഭൂമുഖത്ത് പ്രശംസിക്കുവാൻ ഒന്നേ ഉള്ളൂ, അത് ഞാൻ തിരിച്ചറിയുന്ന ആ ക്രിസ്തുവിലുള്ള മനുഷ്യരിൽ മാത്രം ഞാൻ പ്രശംസിക്കും. സ്തോത്രം. ദമസ്കോസിലെ പടിവാതിക്കൽ വെച്ച് തൻ്റെ സ്വയം ഒരു ദിവ്യ പ്രകാശത്തിൻ്റെ മുമ്പിൽ നഷ്ടപ്പെട്ടു. സ്തോത്രം. അവൻ തൻ്റെ മുൻപാകെ വെളിപ്പെട്ട ആ വെളിച്ചത്തിൻ്റെ മുൻപിൽ സ്തോത്രം സ്വയം നഷ്ടപ്പെടുവാനിടയായി. ഞാൻ ആ ഭാഗത്തെക്കുറിച്ച് പൗലോസിൻ്റെ തന്നെ സാക്ഷ്യത്തെക്കുറിച്ച് അവൻ ഗ്രഹിക്കുവാനായിട്ട് ഒന്ന് മനസ്സിലാക്കുവാനിടയായി. ആമേൻ. ദൈവം പൗലോസിനെ ഉപയോഗിച്ചപ്പോൾ തൻ്റെ സ്വയം എന്നുള്ളത് അവൻ ആ ദൈവപ്രകാശത്തിൻ്റെ മുൻപിൽ, തൻ്റെ മുൻപിൽ അവൻ അടിച്ച വെളിച്ചത്തിൻ്റെ മുമ്പിൽ മാറിപ്പോയി. സ്തോത്രം. ദൈവം ചില വെളിച്ചങ്ങൾ അടിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രകാശത്തിൻ്റെ മുൻപിലാണ് നമ്മുടെ സ്വയം മാറുന്നത്. സ്തോത്രം. നമ്മുടെ സ്വയം മാറുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈഗോ മാറുന്നത്, ഞാനെന്ന നമ്മുടെ ഭാവം മാറുന്നത്. സ്തോത്ര. ക്രിസ്തുവിലുള്ള എന്നെ ഞാൻ യഥാർത്ഥമായി മനസ്സിലാക്കുന്നത് സ്തോത്ര താഴ്മയുടെ അനുഭവത്തിലേക്ക് എൻ്റെ സ്വയത്തെ മാറ്റിയിട്ട് ഞാൻ കടന്നു വരുന്നത് സ്തോത്രം ആ ദൈവ പ്രകാശം എന്നിലേക്ക് അടിക്കുമ്പോൾ മാത്രമാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായം 4-ാം വാക്യത്തിൽ ആമേൻ അപ്പോസ്തലനായ പൗലോസ് ആമേൻ സ്തോത്ര ക്രിസ്തു ശിഷ്യന്മാരെ കൊന്നൊടുക്കേണ്ടതിന് മഹാപുരോഹിതന്മാരുടെ പക്കൽ നിന്ന് അധികാരപത്രവും വാങ്ങിച്ചുകൊണ്ട് വരുന്നൊരു സംഭവം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ആമേൻ. അങ്ങനെ അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസിന്റെ പടിവാതിക്കലെത്തിയപ്പോൾ 9-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം ഒന്ന് വായിക്കാൻ മതി. അവൻ നിലത്തു വീണു, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്തെന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. സ്തോത്രം. 9-ാം അധ്യായം 3-ാമത്തെ വാക്യം തൊട്ടുമുള്ളത്. അവൻ പ്രയാണം ചെയ്ത് ദമസ്കസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്ത് നിന്നൊരു വെളിച്ചം അവന്റെ ചുറ്റും മിന്നി. ആകാശത്ത് നിന്ന് ഒരു വെളിച്ചം
അവന്റെ ചുറ്റും മിന്നി. അവന്റെ ചുറ്റും മിന്നി. മിന്നി. സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. ഈ കാര്യം ജനത്തിൻ്റെ മുൻപാകെ അപ്പോസ്തലനായ പൗലോസ് പ്രതിവാദം ചെയ്യുന്നൊരു ഭാഗം കിടപ്പുണ്ട്. അതിൻ്റെ 6-ാമത്തെ വാക്യം. അങ്ങനെ പ്രയാണം ചെയ്ത് ദമസ്കസിനോടടുത്തപ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് പെട്ടെന്ന് ആകാശത്ത് നിന്ന് വലിയൊരു വെളിച്ചം എന്റെ ചുറ്റും മിന്നി. സ്തോത്രം. 9-ാം അധ്യായത്തിൽ ഒരു ആകാശത്ത് നിന്ന് ഒരു സാധാരണ വെളിച്ചമായിരുന്നു വീശിയതെങ്കിൽ 22-ാം അധ്യായത്തിൽ തൻ്റെ അനുഭവം അപ്പോസ്തലനായ പൗലോസ് ജനത്തിന്റെ മുൻപാകെ വിവരിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുകയാ: ഉച്ച സമയത്ത്, നട്ടുച്ച സൂര്യനുള്ള സമയത്ത് വലിയൊരു വെളിച്ചം എന്റെ ചുറ്റും മിന്നി. സ്തോത്രം. എൻ്റെ ചുറ്റും മിന്നി. സ്തോത്രം. ആ വെളിച്ചത്തിന്റെ വ്യാപാര വലയത്തിനുള്ളിൽ പൗലോസ് ആയി. ഇനി അവിടെ കൊണ്ട് തരുന്നില്ല. 26-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ അഗ്രിപ്പ രാജാവിൻ്റെ മുൻപിൽ പൗലോസ് പോയി നിൽക്കുമ്പോൾ താൻ അവിടെ നിന്ന് പറയുന്നൊരു കാര്യമുണ്ട്. 26:13. ദമസ്കസിലേക്ക് യാത്ര പോകുമ്പോൾ രാജാവേ, നട്ടുച്ചയ്ക്ക് ഞാൻ വഴിയിൽ വെച്ച് സൂര്യന്റെ പ്രകാശത്തെ കവിഞ്ഞൊരു വെളിച്ചം ആകാശത്തിൽ നിന്നെയും എന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയും ചുറ്റി പ്രകാശിക്കുന്നത് കണ്ടു. സ്തോത്രം. ഞങ്ങൾ ഒരു വെളിച്ചം തൻ്റെ ആത്മീക ദർശനത്തിൻ്റെ ആഴങ്ങളിലേക്ക് താൻ കടന്നു ചെല്ലുന്ന ഒരു അനുഭവമാണ് നമുക്കിവിടെ കാണുന്നത്. സ്തോത്രം. താൻ സുവിശേഷം അറിയിച്ച് പോകുമ്പോൾ സ്തോത്രം ഓരോ വ്യക്തികളുടെയും മുൻപിൽ തൻ്റെ സ്തോത്രം മാനസാന്തരത്തിൻ്റെ അനുഭവത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുമ്പോൾ ആത്മീക ദർശനത്തിൻ്റെ ആഴങ്ങളിലേക്ക് താൻ കടന്നു ചെല്ലുകയാ. ഒരിക്കൽ സ്തോത്രം താൻ കണ്ടത് വെളിച്ചമായിരുന്നെങ്കിൽ മറ്റൊരു സമയത്ത് പറയുന്നു അത് സ്തോത്രം നട്ടുച്ചയ്ക്ക് ഒരു വലിയ വെളിച്ചമായിരുന്നെങ്കിൽ ഇപ്പൊ വളരെ വ്യക്തതയോടെ അവിടെ എഴുതി വെച്ചിരിക്കുകയാ: സൂര്യന്റെ പ്രകാശത്തെ വെല്ലുന്ന വലിയൊരു വെളിച്ചം സ്തോത്രം ഞാൻ കാണുവാനായിട്ടിടയായി തീർന്നത്. അത് എന്നെ മാത്രമല്ല, കൂടെയുള്ളവരെയും പ്രകാശിച്ചു. ഇതാ പ്രിയപ്പെട്ടവരെ, സ്തോത്രം, ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മുടെ ആത്മീക ദർശനത്തിന്റെ ആഴം വർദ്ധിക്കുകയാണ് ചെയ്യേണ്ടത്. ആമേൻ. ഈ ദൈവമക്കള് നമ്മുടെ ഒരു പഴഞ്ചൊല്ല് ഇങ്ങനെ പറയും: നട്ടപ്പോഴും ഒരു കൊട്ട. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പഴഞ്ചൊല്ല്. പറിച്ചപ്പോഴും ഒരു കൊട്ട. കർത്താവ് നമ്മെക്കുറിച്ച് അങ്ങനല്ല ആഗ്രഹിക്കുന്നത്. സ്തോത്ര. ആത്മീക ദർശനത്തിൻ്റെ ആഴങ്ങളിലേക്ക് നാം കടന്നു ചെല്ലണം. സ്തോത്രം. ദൈവസന്നിധിയിലിരുന്ന് അത് പ്രാപിച്ചെടുക്കുവാൻ നമുക്ക് കഴിയണം. സ്തോത്രം. ഇവിടെ അപ്പോസ്തലനായ പൗലോസിന്റെ ആത്മീക ദർശനത്തിന്റെ ആഴത്തെക്കുറിച്ചൊന്ന് ശ്രദ്ധിക്കുക. സ്തോത്രം. വെറും വെളിച്ചം വലിയൊരു വെളിച്ചമായി മാറുകയാ. ആ വലിയ വെളിച്ചം സ്തോത്രം നട്ടുച്ചയ്ക്ക് സൂര്യന്റെ പ്രകാശത്തെ കവിയുന്ന, ഇതിനപ്പുറത്ത് എന്ത് പ്രകാശമായി ഇനി ലഭിക്കേണ്ടത് പൗലോസ് വ്യക്തമാക്കുന്നു. സ്തോത്രം. ഏറ്റവും അതികാഠിന്യമുള്ള പ്രകാശം സൂര്യൻ ആണെങ്കിൽ അതിനപ്പുറത്തെ ഒരു പ്രകാശം അത് എന്നെ ചുറ്റി വളഞ്ഞിട്ടുണ്ട്. ആ ദിവ്യ പ്രകാശത്തിൽ എനിക്കൊരു കാര്യം മനസ്സിലായി: എന്റെ ജഡത്തിന്റെ പ്രശംസ ഇനി പ്രശംസയല്ല. സ്തോത്രം. ഇനി ഞാൻ പ്രശംസിക്കുന്നുവെങ്കിൽ എന്റെ കർത്താവിൽ ഞാൻ പ്രശംസിക്കും. ആ ക്രിസ്തുവിലുള്ള മനുഷ്യനിൽ ഞാൻ പ്രശംസിക്കുക. സ്തോത്രം. ആ സൂര്യനെ കവിഞ്ഞൊരു പ്രകാശം അത് എൻ്റെ മേൽ പകർന്നപ്പോൾ എന്നെ സ്വയം അങ്ങില്ലാതായി. സ്തോത്ര. ക്രിസ്തുവിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ആത്മീക ദർശനങ്ങളെ കുറിച്ച് ഞാൻ പ്രശംസിക്കും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ, ഞാനിത് പ്രസംഗിക്കുമ്പോൾ സ്തോത്രം, എനിക്കറിയാം അനേക പ്രിയപ്പെട്ടവരുടെ മൗനമായിട്ടിരിപ്പുണ്ട്. ഞാനത് കാണുന്നുണ്ട്. സ്തോത്രം. ഞാൻ അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ, മൗനമായിട്ട് ഇരുന്നു കൊള്ളുക. സ്തോത്രം. ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായിട്ടിരുന്ന് ആത്മീക ദർശനങ്ങളെ കാണുവാൻ തയ്യാറായിട്ടുള്ള എത്ര ദൈവമക്കളുണ്ട്. സ്തോത്രം. പിന്നോക്കം പോകുന്നവരായിട്ടല്ല. ആമേൻ. നാം അധ്വാനിച്ചോളൂ. സ്തോത്രം. നാം ഓടി നടന്നോളൂ. ഇതൊക്കെ ആവശ്യമാ. എന്നാൽ കർത്താവിനെ വിട്ടിട്ട് സ്തോത്രം നാം ആത്മീകതയിൽ പിന്നോക്കം പോകുന്നവരായിട്ടല്ല. സ്തോത്രം. അവൻ ദൈവസഭ എന്ന് പറയുന്നത് ഒരു കളിക്കളമല്ല എന്ന യാഥാർത്ഥ്യത്തോടെ, ദൈവ മക്കൾ കളിക്കുവാനുള്ളവരല്ല എന്ന യാഥാർത്ഥ്യത്തോടെ, ദൈവസന്നിധിയിൽ ഭയത്തോടെ ഭക്തിയോടെ സമയം ചെലവഴിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ താല്പര്യപ്പെടുന്നവരെ ഇന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ആമേൻ. കർത്താവ് വചനത്തിലൂടെ പല കാര്യങ്ങളും വാഞ്ചിക്കണം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വാഞ്ചിക്കണം. സ്തോത്രം. പ്രവചന വരങ്ങളെ നാം എന്ത് ചെയ്യണം? വാഞ്ചിക്കണം. സ്തോത്രം. നാം പഴയ
കാലത്തിലുള്ള അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരെയും ഈ കാലത്തുള്ള കർത്താവിൻ്റെ ദാസന്മാരെയും ഒക്കെ കുറിച്ച് പറയുമ്പോൾ സ്തോത്രം നാം ഒന്ന് ചിന്തിക്കുക. ആമേൻ. ആ കൃപാവരങ്ങൾ നമ്മിലും പകരുവാൻ കർത്താവ് മതിയായവനല്ലേ? സ്തോത്രം. നമ്മുടെ മേലും പകരുവാൻ കർത്താവ് മതിയായവനല്ലേ? അങ്ങനെയെങ്കിൽ സ്തോത്രം, ആമേൻ, സ്തോത്രം, ആത്മീക വരങ്ങളെ വാഞ്ചിക്കുന്നവരായി കർത്താവിന് വേണ്ടി നിലകൊള്ളുന്നവരായി തീരുവാൻ നമ്മുടെ സഭയിലെ ഓരോ വ്യക്തികളെയും കൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനപ്പുറത്തൊരു വെളിച്ചം ഇനി പൗലോസിന് ആവശ്യമില്ല. സ്തോത്രം. അതുകൊണ്ട് പൗലോസ് പറയുക, ഞാൻ നിർബന്ധത്താൽ ഒരു കാര്യം ഞാൻ പറയാം. സ്തോത്രം. എൻ്റെ മേലൊരു പ്രശംസ കിടപ്പുണ്ട്. ക്രിസ്തുവിലുള്ള മനുഷ്യനിൽ ഞാൻ എന്ത് ചെയ്യും? പ്രശംസിക്കും. ജഡത്തിലുള്ള മനുഷ്യനിലല്ല. പ്രശംസിക്കാൻ എനിക്ക് ഒരുപാട് വകയുണ്ട്. ആമേൻ. സ്തോത്രം. പൗലോസ് വ്യക്തമായിട്ട് പറയും, ഇവിടെ പറയുന്ന സകലരെക്കാട്ടിലും എനിക്ക് എന്തുണ്ട്? വകയുണ്ട്. പക്ഷെ ഞാൻ അതിലൊന്നും പ്രശംസിക്കത്തില്ല. സ്തോത്രം. ഞാൻ കണ്ട ദർശനത്തിൽ പ്രശംസിക്കുക, ഞാൻ കണ്ട മഹാവെളിച്ചത്തിൽ ഞാൻ പ്രശംസിക്കുക. സ്തോത്രം. അത് സൂര്യനെ വെല്ലുന്നൊരു വെളിച്ചമായിരുന്നെങ്കിൽ ആ സൂര്യനെ വെല്ലുന്ന വെളിച്ചത്തിൽ ഞാൻ പ്രശംസിക്കും. ആമേൻ. ഞാൻ പ്രശംസിക്കുന്നെങ്കിൽ എനിക്ക് വേണ്ടി ബലഹീനനായി തീർന്ന ഒരുവനുണ്ട്. ആ ക്രിസ്തുവിൻ്റെ ക്രൂശിലാ എനിക്ക് പ്രശംസിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് 5-ാം വാക്യത്തിൽ പറയുന്നത്, അവനെക്കുറിച്ച് ഞാൻ പ്രശംസിക്കും. എന്നെക്കുറിച്ചോ എൻ്റെ ബലഹീനതകളിലല്ലാതെ ഞാൻ പ്രശംസിക്കുകയില്ല. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് തന്നെ പിന്നെ പറയാ, ഞാൻ എന്നെക്കുറിച്ച് പ്രശംസിക്കുന്നെങ്കിൽ ഞാൻ എൻ്റെ ബലഹീനതകളിൽ എന്ത് ചെയ്യും? പ്രശംസിക്കും. മാത്രമല്ല എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരുത്. എല്ലാവരും അതിരങ്ങളെ തുറന്നൊന്ന് പറഞ്ഞാട്ടെ ആ വാക്യം. എനിക്കോ എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രശംസിക്കുന്നുവെങ്കിൽ നമ്മുടെ കർത്താവിൻ്റെ ക്രൂശ് മാത്രമേ ഉള്ളൂ. നമുക്ക് വേണ്ടി ബലഹീനനായി തീർന്നവൻ്റെ ക്രൂശ്. സ്തോത്രം. നമുക്ക് വേണ്ടി ജഡത്തിൽ അവതരിച്ചവൻ്റെ ക്രൂശ്. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളാതെ ദാസരൂപമെടുത്തവൻ്റെ ആ ക്രൂശ്, അതിൽ മാത്രമേ നമുക്ക് പ്രശംസിക്കാനുള്ളൂ. ഇന്ന് പകൽ നാം സമാധാനം അനുഭവിക്കുന്നുവെങ്കിൽ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഒരു ക്രിസ്തു, അതുകൊണ്ട് നാം സമാധാനം അനുഭവിക്കുന്നത്. എങ്കിൽ ഒരു കാര്യം ഞാൻ ആ ഭാവം കൂടെ പറഞ്ഞു നിർത്താം. അതിൻ്റെ അടുത്ത വാക്യം കൂടെ വായിച്ച് 7-ാമത്തെ വാക്യം. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിലൊരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ. അതിന്റെ 4-ാമത്തെ വാക്യം കൂടെ. മനുഷ്യന് ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ കേട്ടു എന്ന് ഞാൻ അറിയുന്നു. സ്തോത്രം. 14 സംവത്സരങ്ങൾക്ക് മുമ്പേ ഞാൻ പറുദീസയോളം എടുക്കപ്പെട്ടു. ആമേൻ. ശരീരത്തോടു കൂടി അല്ലാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല. അത് സകലതും ഞാൻ സ്തോത്രം ദൈവം അറിയുന്നു. എങ്കിലും ഞാൻ ഒരു കാര്യം കണ്ടു. ആ കാര്യം ഇങ്ങനെയാണ്: മനുഷ്യന് ഉച്ചരിച്ചു കൂടുവാൻ പാടില്ലാത്തതും പറഞ്ഞു കൂടാത്തതുമായ വാക്കുകളെ ഞാൻ കേട്ടു എന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് സ്തോത്രം, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം എന്റെ ശരീരത്തിൽ ബലഹീനത തന്നിരിക്കുകയാ. സ്തോത്രം. അത് സാത്താന്റെ ദൂതനെ കൊണ്ട് ഒരു ശൂലം കൊത്തിച്ചിരിക്കുകയാ. സ്തോത്രം. അതെന്തിനാണെന്നറിയാമോ? ഞാൻ വെളിപ്പാടുകളുടെ ആധിക്യത്താൽ നിഗളിക്കാതിരിക്കേണ്ടതിനാ. അപ്പോസ്തലനായ പൗലോസിനുണ്ടായ ഒരു തിരിച്ചറിവാ അത്. എന്താ തിരിച്ചറിവ്? എൻ്റെ മേൽ തന്നിരിക്കുന്ന ബലഹീനത ഞാൻ ജഡത്തിൽ പ്രശംസിക്കാതിരിക്കേണ്ടതിനാ. ആമേൻ. ആ തിരിച്ചറിവ് ലഭിച്ച പ്രിയപ്പെട്ടവരുണ്ടോ ഇതിനകത്ത്? സ്തോത്രം. നമ്മൾ ബലഹീനത മാറാൻ പ്രാർത്ഥിക്കും, അല്ലേ? ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകും, മാറാൻ പ്രാർത്ഥിക്കും. എന്നാൽ നമുക്ക് പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, അവിടുത്തെ ഹിതത്തിന് വേണ്ടി ഞാൻ ഏൽപ്പിക്കുക. സ്തോത്രം. ഒരു ബലഹീനത തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്തോത്രം, ആ ബലഹീനതയുടെ മേൽ തികഞ്ഞു വരുന്നൊരു വലിയ കൃപയും നമ്മുടെ മേൽ കർത്താവ് പകർന്നിട്ടുണ്ട്. സ്തോത്രം. ആമേ. നാം പ്രാർത്ഥിച്ചിട്ട് അവൻ ഒരു പ്രതിസന്ധി മാറുന്നില്ലെങ്കിൽ ആ പ്രതിസന്ധിയെ തരണം ചെയ്യുവാനുള്ള മറ്റാർക്ക് ലഭിച്ചിട്ടില്ലാത്ത ഒരു ദൈവ കൃപ നമ്മുടെ മേൽ കർത്താവ് പകർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ ഒന്ന് അടച്ചാട്ടെ. സ്തോത്രം. നമുക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ട് പ്രാർത്ഥിക്കാം. കർത്താവെ, ബലഹീനതകളെ തികഞ്ഞു വരുന്ന ദൈവ കൃപ അവിടുന്ന് എന്റെ മേൽ പകർന്നിരിക്കുന്നത് കൊണ്ട് ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുക.
ആമേൻ. ദൈവപ്രകാശം ലഭിച്ചിട്ടുള്ളവന്റെ പേര് മാറും. ദൈവപ്രകാശം ലഭിച്ചവന്റെ അവസ്ഥ മാറും. ദൈവപ്രകാശം ലഭിച്ചവന്റെ സാഹചര്യം മാറും. ദൈവപ്രകാശം ലഭിച്ചവന്റെ സ്വയം മാറും. ദൈവപ്രകാശം ലഭിച്ചവന് ജഡത്തിലല്ല അവൻ പ്രശംസിക്കുന്നത്. അവൻ പ്രശംസിക്കുന്നത് താൻ അറിയുന്ന ക്രിസ്തുവിലുള്ള ആ മനുഷ്യരിൽ മാത്രം പ്രശംസിക്കുന്നവനായി തീരും. ഈ പൗലോസ് പറയുക, അതെ, ഞാൻ നിങ്ങളിൽ ഏറ്റവും ചെറിയവന്. അതിന്റെ കാരണം ജഡം സംബന്ധിച്ച് ഞാൻ ചെറിയവനാണെങ്കിലോ നിങ്ങൾ ആരും അറിയാത്ത ഒരു ആത്മീക ദർശനത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. ആത്മീക വെളിപ്പാടുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയ ദൈവത്തിന്റെ പൈതലെ, പ്രതിസന്ധികളും പ്രശ്നങ്ങളും സ്തോത്രം മരണത്തിന്റെ സാഹചര്യങ്ങളും ജീവിതത്തിൽ കടന്നു വരുമ്പോഴും പൗലോസ് പറയുക, സ്തോത്രം, അതെ, അവിടുന്ന് എനിക്ക് നൽകിയിരിക്കുന്ന വെളിപ്പാട് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. അവിടുന്ന് എന്റെ മേൽ പകർന്നിരിക്കുന്ന കൃപയാ അതെന്റെ എന്നെ മുന്നോട്ട് നയിക്കുന്നത്. സ്തോത്രം, അവിടുന്ന് എന്റെ മേൽ പകർന്നിരിക്കുന്ന ശക്തിയാ എന്നെ മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പ്രശംസിക്കുന്നുവെങ്കിൽ അവിടുന്ന് എനിക്ക് നൽകിയിരിക്കുന്ന വെളിപ്പാടിൽ ഞാൻ പ്രശംസിക്കും. അവിടുന്ന് എനിക്ക് നൽകിയിരിക്കുന്ന ദർശനത്തിൽ ഞാൻ പ്രശംസിക്കും. മനുഷ്യർക്ക് ഉച്ചരിച്ചു കൊടുവാൻ കഴിയാത്ത ഒരു ശബ്ദം ഞാൻ എന്റെ കാതുകൾ കൊണ്ട് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കൊരു ഉറപ്പുണ്ട്, വെളിപ്പാടിന്റെ ആധിക്യത്താൽ ഞാൻ നിഗളിക്കാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തിന്റെ മേല ഒരു ബലഹീനത നൽകിയിട്ടുണ്ടെങ്കിൽ ആ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ഒരു ശക്തിയും അവിടെ എന്റെ മേൽ പകർന്നിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ രക്തത്താൽ ആമേ. പൗലോസേ, നിന്നെ പരിഹസിക്കുന്നവർക്ക് ലഭിച്ചിട്ടില്ലാത്ത, നിന്നെ നിന്ദിക്കുന്നവർക്ക് ലഭിച്ചിട്ടില്ലാത്ത, സ്തോത്രം, നിന്നെ നിന്നെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിച്ചിട്ടുള്ളവർക്ക് ലഭിച്ചിട്ടില്ലാത്ത ആ വെളിപ്പാട് നിന്റെ മേൽ കർത്താവ് പകർന്നിട്ടുണ്ടെങ്കിൽ ആ വെളിപ്പാടിനനുസരിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. പൗലോസ് ഇവിടെ വ്യക്തമാക്കുക, മറ്റുള്ളവർക്ക് ഈ കള്ള അപ്പോസ്തലന്മാര്, ദുരുപദേഷ്ടാക്കന്മാര്, കള്ളപ്രവാചകന്മാര് അവരെ നിന്ദിക്കുമ്പോൾ വ്യക്തതയോടെ പറയുക, സ്തോത്രം, അവർക്കൊന്നും ലഭിച്ചിട്ടില്ലാത്ത ഒരു കൃപ, ഒരു ദൈവപ്രകാശം, ഒരു ദൈവികമായ വെളിച്ചം അതവിടെ എൻ്റെ മേൽ പകർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കർത്താവിൽ പ്രശംസിക്കും. ഇന്ന് പകൽക്കാലവും നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളം ഈ വചനത്താൽ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ. ധൈര്യത്തോടെ, ശക്തിയോടെ കർത്താവിന് വേണ്ടി നിൽപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ബലഹീനതയെ തികഞ്ഞു വരുന്ന ശക്തി ഞങ്ങളുടെ മേൽ വസിക്കുന്നത് കൊണ്ട്, അകൃപ ഞങ്ങളുടെ മേലുള്ളത് കൊണ്ട് കർത്താവേ, സ്തോത്രം, ഞങ്ങൾ അറിഞ്ഞ ദർശനത്തിൽ, ഞങ്ങൾ പ്രാപിച്ച വെളിപ്പാടുകളെ പ്രശംസിക്കുവാൻ, ക്രിസ്തുവിലുള്ള മനുഷ്യനിൽ പ്രശംസിപ്പാൻ ഞങ്ങളെ സഹായിക്കുമാറാകാം. തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവജനത്തെ ഏൽപ്പിക്കുന്നു. അടിയനെ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സ്തോത്രം. നമ്മൾ തുറന്ന് തിരുമേശയിലേക്ക് പ്രവേശിക്കുക. തിരുമേശയിൽ നിന്ന് ഭാഗവാക്കുകളാകുന്ന പ്രിയപ്പെട്ടവർക്കെല്ലാം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാൻ നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരും കൂടെ മുമ്പോട്ട് കടന്നു വരുമല്ലോ. കർത്താവ് യേശുവിനെ സ്വന്തം രക്ഷകനായി ജീവിതത്തിൽ അംഗീകരിച്ച് കർത്താവിന് വേണ്ടി നിലകൊള്ളുന്ന ഏതൊരു ദൈവ പൈതലിനും തിരുമേശയിൽ നിന്ന് ഭാഗവാക്കുകളാകുവാനായിട്ടുള്ള സാവകാശമുണ്ട്. സ്തോത്രം. ഒരു നിമിഷം തിരുമേശയിൽ നിന്ന്